ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ തില്ല അനീഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറയാം നേടാം കൈ നിറയെ പണം എന്ന നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യം തന്നെ നമസ്കാരം പറയുന്നു, സ്വാഗതം പറയുന്നു. അപ്പം എല്ലാവരും ഇന്നത്തെ ലൈവിന് വേണ്ടിയിട്ട് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും എന്ന് എനിക്കറിയാൻ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് കിട്ടിയവരൊക്കെ ഒത്തിരി പേരുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി കമന്റുകൾ വന്നു. വിഷ്ണു ഹലോ ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചോ ചേച്ചിയും ചോദിച്ചു. ഫുഡ് കഴിച്ചു. ശൈല അനിൽകുമാർ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കേൾക്കുന്നത് സൗദിയിൽ നിന്നാണ് ചേച്ചി എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. പ്രവാസിയാണ് എന്നറിഞ്ഞതിൽ തീർച്ചയായിട്ടും പ്രവാസ ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് പോകട്ടെ. അഞ്ജന നിജിൻ റിയാസ് ഹായ് പറയണു. ഹായ്, നങ്ങേലിയുടെ ക്ലാസ്മേറ്റിന്റെ മദറാണത്. ഓക്കെ, റയസിന്റെ അല്ലേ. അപ്പൊ ഇന്ന് നങ്ങേലിക്കുട്ടി കൂടി നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നങ്ങേലിക്കുട്ടി കൂടി ഇന്ന് നമ്മുടെ ലൈവിലുണ്ട്. അപ്പൊ നങ്ങേലി ഒരു ഹായ് പറയൂ എല്ലാവർക്കും, മൈക്കൊക്കെ ഓൺ ചെയ്തിട്ട് ഹായ് പറയൂ. ഹായ്. അപ്പോ ബിനു ഹരിദാസ്, ബിനു ചേച്ചി വന്നിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. ശൈല അനിൽകുമാർ ചേച്ചി എന്ന് വിളിക്കുന്നു, ഹലോ നമസ്കാരം. ഹരിദാസ് ചേട്ടൻ ലവ് ഒക്കെ തന്നെ ഓടി എത്തിയിട്ടുണ്ട്. സുബീഷ് ഹായ് പറയുന്നു, നമസ്കാരം. ഓക്കെ, വിഷ്ണു ചേച്ചി എന്ന് കുറെ പ്രാവശ്യം വിളിച്ചു. ഞാൻ ഇപ്പോഴാണ് കമന്റുകളെല്ലാം വായിച്ചു തുടങ്ങിയത് കേട്ടോ. ഹരിദാസ് ഏട്ടൻ ഹലോ ഹായ് നമസ്കാരം എന്നുള്ള എന്റെ സ്ഥിരം വാക്ക് പറയാണ്. മനോജ് കുമാർ, ഈ ഇദ്ദേഹത്തെ നമ്മൾ കുറെ നാളായിട്ട് ലൈവിൽ ആദ്യത്തെ ദിവസം വന്നതല്ലാതെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പോ ഞാൻ എന്തായാലും അടുത്ത ലൈവുകളിൽ രുദ്രൻ സാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ആ ഒരു വിഷമം കൂടി ഈ ലൈവിൽ പറയണം കേട്ടോ. നമ്മുടെ ലൈവിൽ വരാത്തതിന്റെ വിഷമം പറയണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം കൈ നിറയെ പണം എന്ന നമ്മുടെ ഷോയാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ വിന്നർ ഗാനമേള, സാന്ത്വനം നഴ്സിംഗ് ഹോം ആൻഡ് ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. അപ്പോൾ ഇവർ 3 പേരുമാണ് നിങ്ങൾക്ക് ഈ ക്യാഷ് പ്രൈസസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ഷോയുടെ റൂൾസ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ റൂൾസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ആദ്യമായിട്ട് ഈ അക്കൗണ്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഒപ്പം ക്യാഷ് പ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവർ ആയിരിക്കണം. അതിനൊപ്പം തന്നെ ഒരു 10 ഫ്രണ്ട്സിനെയെങ്കിലും കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. അക്കൗണ്ട് മീൻസ് മെൻഷൻ ചെയ്യിക്കണം. ഓക്കെ, ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് 1 മിനിറ്റിനുള്ളിൽ അയക്കണം. ലൈവായിട്ട് ഗൂഗിൾ പേ വഴി ഞങ്ങൾ ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ റിയൽ ക്യാഷ് പ്രൈസസിന്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗെയിം ഷോയുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ തില്ല അനീഷ് എന്ന പേജ് ഫോളോ ചെയ്യുക, കൂടെ കൂടുക. എല്ലാ വെള്ളിയാഴ്ചകളിലും 9 മണി മുതലാണ് ഇനി മുതൽ നമ്മുടെ ലൈവ് ഉണ്ടാവുക. നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം നേടാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എന്താണെന്നുള്ളത് പറഞ്ഞേക്കാം. 99 47 89 0378 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. വാട്സപ്പ് നമ്പർ എന്തായാലും ചേട്ടായി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുറെ കമന്റുകൾ മിസ്സായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കമന്റുകൾ വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊക്കെ പോവാം. ഓക്കെ, നികേഷ് ആർ കിച്ചു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു. നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. ആര്യ BS ഹായ് പറയുന്നു, ഹലോ നമസ്കാരം. മനോജ് കുമാർ വരാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം ഓടിച്ചിട്ട് ഇടിക്കും, അത് വേറൊരു കാര്യം. അതുപോലെ തന്നെ ആര്യ BS ഹായ് പറയുന്നുണ്ട്. ആര്യ BS എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഹായ്ഡ നമസ്കാരം. ഒരുപാട് നാളിന് ശേഷമാണ് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗെയിം ഷോ തന്നെ ആയിരിക്കും. അതിനോടൊപ്പം എല്ലാ ഞായറാഴ്ചകളിലും ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാത്ത കലാകാരന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞായറാഴ്ച നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കലാകാരി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ നാളെ വരുന്നതായിരിക്കും. ആരാണ്, എന്താണ്, ഏത് തരത്തിലുള്ള ആളാണ് കലാകാരി എന്നുള്ളത് അറിയാനായി നാളത്തെ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, ചേച്ചി ഗൂഗിൾ പേ കട്ടായി പോയി എന്ന് പറയുന്നു വിഷ്ണു. ഓക്കെ, നമുക്ക് ഫോൺ പേയിലോ എങ്ങനെയെങ്കിലും അയക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നമ്പർ ആയാലും മതി. ഓക്കെ, ആര്യ BS അറിയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ കുട്ടി? പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചതും ആ ഒരു ട്യൂഷൻ സെന്ററിൽ അടിച്ചു പൊളിച്ചതും അടി കിട്ടിയതും ഒക്കെ എനിക്ക് ഇപ്പോഴും പഴയതുപോലെ നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോ
എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഹേഷ് ഹായ് പറയുന്നു. അപ്പോൾ ലൈവിലേക്ക് വന്നവരുടെ ശ്രദ്ധയ്ക്ക് ആദ്യം തന്നെ പറയാണ്, ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ഫേസ്ബുക്ക് പേജസിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ഓപ്ഷനും കുറച്ചും കൂടെ ആ ഒരു ചാൻസും നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ലൈവിന്റെ സ്പോൺസേഴ്സിന്റെ ഒരു എന്താ നമ്മുടെ പരസ്യം, നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒന്ന് കണ്ടിട്ട് തിരികെ പോരാം. ഓക്കെ, Introducing the live game show Parayam Nedam Kai Niraye Panam, sponsored by Star Winner Orchestra Ganamela, Sandwanam Nursing and Servicing near Sub-Registrar Office Kottayam, and Lieben Family Saloons opposite Private Bus Stand Kilimanur. ആസ്വാദക മനസ്സിൽ സംഗീതത്തിന്റെ പെരുമഴയുമായി സ്റ്റാർ വിന്നർ പ്രസൻസ് സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം പിന്നണി ഗായകരെയും ചാനൽ ആർട്ടിസ്റ്റുകളെയും ഉൾപ്പെടുത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് മെഗാ ഷോ അവതരിപ്പിക്കുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള, 40,000 watts sound system and 20,000 watts light show. Star Winner Orchestra Ganamela. For booking, Secretary Star Winner Puduval Kizhakeppuram PO Airur Varkala. Phone 8281767435. മറ്റൊരു നമ്പർ 8086142615. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സംഗീതത്തിന്റെ പെരുമഴ തീർക്കാൻ ഞങ്ങൾ എത്തുന്നു. സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. ഉത്സവാഘോഷങ്ങൾ, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, കല്യാണ ഫംഗ്ഷനുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾ ഏതുമാകട്ടെ, നിങ്ങളോടൊപ്പം ഞങ്ങളും. സ്റ്റാർ ഓർക്കസ്ട്ര ഗാനമേള. നിങ്ങളുടെ ആവശ്യപ്രകാരം ട്രാക്ക് ഗാനമേള സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടൂ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള. അപ്പൊ കുറെ പേരുടെ കമന്റ് പോയായിരുന്നു. നമ്മുടെ ഈ കമന്റ് ഒക്കെ വായിക്കുന്നതിനിടയിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 5 ചോദ്യങ്ങൾക്ക് ആദ്യം ഞങ്ങൾ നൽകുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഉത്തരം അയക്കുന്ന ആരാണെങ്കിലും ആ ആൾക്ക് ഞങ്ങൾ ലൈവായിട്ട് ഗൂഗിൾ പേ വഴി 100 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും. അതുപോലെ 5 പേർക്ക് അങ്ങനെ 500 രൂപയാണ് ഈ ആഴ്ചത്തെ ക്യാഷ് പ്രൈസ് വരുന്നത്. സോ ഈ ഒരു ക്യാഷ് പ്രൈസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം 1 മിനിറ്റിനുള്ളിൽ വാട്സാപ്പിൽ ആദ്യം അയക്കുന്നത് ആരാണോ ആ ആൾക്ക് അപ്പോൾ തന്നെ ഗൂഗിൾ പേയിൽ ഞങ്ങൾ ക്യാഷ് അയച്ചു തരും. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഫോൺ പേയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. ഓക്കെ, അപ്പോ മഹേഷ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. നങ്ങേലി സുഖമാണോ എന്ന് ബിനു ചേട്ടൻ ചോദിക്കുന്നു. പറയൂ, സുഖമാണോ എന്നുള്ള കാര്യം പറഞ്ഞേ, വേഗാവട്ടെ. സുഖമാണ് സുഖമാണ്. മൈക്കൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉത്തരം ധൈര്യമായി പറഞ്ഞോളൂ. ഗൂഗിൾ പേ നമ്പർ എന്റെ കയ്യിൽ അയച്ചാൽ മതി എന്ന് പറയുന്നു ഹരിദാസ് ചേട്ടൻ. അതിനോടൊപ്പം തന്നെ നമസ്കാരം എന്ന് അന്തുണ്ണി ചേട്ടൻ പറഞ്ഞിട്ട്, നമസ്കാരം ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം ലവ് ഒക്കെ അയക്കുന്നുണ്ട്. നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. വിഷ്ണു ഒരുപാട് ലവ് അയക്കുന്നുണ്ട്. തില്ല ചേച്ചിന്ന് ദിനു പി വി കണ്ണൻ, എല്ലാവരും എന്നെ ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. എന്ത് പറ്റി? ആഹാ, ഇന്ന് ജൂനിയറും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ജൂനിയറിനെ താഴെ ഒറ്റയ്ക്ക് ഇരുത്താൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ജൂനിയറിനെയും കൂടെ മുകളിലേക്ക് കയറ്റി. അതുപോലെ തന്നെ ഹാപ്പി ഓണം ചേച്ചിന്ന് വിഷ്ണു. ഓക്കെ, ഇനി ഓണത്തിന് കറക്റ്റ് അല്ലേ, 1 മാസേ ഉള്ളൂ. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണം. അരുൺ ദയാൽ ഹായ് പറയുന്നുണ്ട്. ഹായ്, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം, ആദ്യത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നെനിക്കറിയാം. സോ ആ ഒരു ചോദ്യം വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണോ? മാക്സിമം ആൾക്കാരിലേക്ക് ആദ്യം ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്കൊക്കെ പോവാം. നികേഷ് ആർ കിച്ചു ചേച്ചി എന്ന് വിളിക്കുന്നതിന് നമസ്കാരം, ലൈവിലേക്ക് സ്വാഗതം. ചോദ്യം ചോദിക്കുന്നു മനോജ് കുമാർ രുദ്രൻ സാർ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നു. ശരി, എങ്കിൽ പിന്നെ ഞങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യത്തെ ചോദ്യമാണ് വരാൻ പോകുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, ഉത്തരം അയക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 1 മിനിറ്റിനകത്താണ് അയക്കേണ്ടത്. കറക്റ്റ് 1 മിനിറ്റ് ഞാൻ ഇതിൽ നോക്കി പറയും. അപ്പൊ 1 മിനിറ്റിനകത്ത് ഉത്തരം അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കിട്ടും ആ കാശ്. ഓക്കെ, അപ്പൊ മാക്സിമം ഉത്തരങ്ങൾ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരേ ടൈം വാട്സാപ്പിലും നോക്കണ്ടേ, 2 ഫോൺ വേണം എന്ന്. എന്തോ പറഞ്ഞു,
തുടക്കപ്പുന്ന എക്കോ ടൂറിസം ഓഫീസിൽ നമ്പറാണ്. ഓക്കെ. സജി വേലമ്പൽ നമ്പർ പറയൂ എന്ന് പറയുന്നുണ്ട്. നമ്പർ താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് 9947 890378. ദിനു പി വി കണ്ണൻ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. വെയിറ്റ് ചെയ്യാൻ സമയമില്ലാന്ന്. ഭയങ്കര സമയമില്ലാതെയാണ് കേട്ടോ. അവിടെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കാലൊക്കെ തുന്നിക്കെട്ടി ഇരിപ്പുണ്ട്. അപ്പൊ ഒട്ടും ടൈം കാണില്ല. സോ ഫസ്റ്റ് ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് പ്രൈസ് കിട്ടാനുള്ള ഫസ്റ്റ് ചോദ്യം, മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ്? 9:12 ആയിട്ടുണ്ട്. 9:13 വരെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഓക്കെ, മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ആണ് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ് എന്നുള്ളതാണ് അയക്കേണ്ടത്. എല്ലാവരും ഹായ് ഒക്കെയാണ് അയച്ചിരിക്കുന്നത്. ഉത്തരമാണ് വേഗം വരേണ്ടത്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ്? ഈ ഉത്തരം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പേരും കൂടി അയക്കേണ്ടതാണ്. അതിനോടൊപ്പം ഫേസ്ബുക്ക് ID കൂടി അയക്കേണ്ടതാണ്. ഞങ്ങളുടെ ഫോളോവർ ആണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. 1 മിനിറ്റ് ടൈമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. രുദ്രൻ ചേട്ടനും അയച്ചിട്ടുണ്ട്, പക്ഷെ തെറ്റാണ് ഉത്തരം. 1 മിനിറ്റാണ് പറഞ്ഞത്. 1 മിനിറ്റ് മാറി 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ 9:14 ആയി. ഞാൻ 9:15 വരെ ടൈം തരും. ഓക്കെ, 9:15 ആയാൽ തെറ്റുത്തരമാണ് ഇപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം. 9:15 വരെയാണ് ടൈം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 100 രൂപ ഹുദാഗവ. അപ്പൊ വേഗം പോരട്ടെ, ഉത്തരങ്ങൾ വേഗം പോവട്ടെ. ഓക്കെ, എനിക്ക് ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം അയച്ചിരിക്കുന്ന ആള് അഷ്ടമി. ഓക്കെ, അഷ്ടമി എന്നാണോ പേര് എന്ന് എനിക്ക് അറിയില്ല. കണ്ടം വെച്ച കോട്ട് എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഫേസ്ബുക്ക് ID കൂടെ ഒന്ന് അയച്ചേക്കും കേട്ടോ. ശൈല അനിൽകുമാർ എന്നുള്ളതാണോ ഫേസ്ബുക്ക് ID എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ആ ഒരു നെയിമും കൂടെ ഒന്ന് അയച്ചേക്കും. ഫേസ്ബുക്ക് ID കൂടി ഒന്ന് അയച്ചേക്കും. അഷ്ടമി കാണുന്നുണ്ടെങ്കിൽ അഷ്ടമിക്കുട്ടി ഫേസ്ബുക്ക് ID അയക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ അയച്ചേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മുടെ ഫോളോവർ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, Introducing the live game show Parayam Nedam Kai Niraye Panam, sponsored by Star Winner Orchestra Ganamela, Sandwanam Nursing and Servicing near Sub-Registrar Office Kottayam, and Lieben Family Saloon opposite Private Bus Stand Kilimanur. ശൈല അനിൽകുമാർ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇത് നമ്മുടെ അഭിഷ കുട്ടിയാണോ? അഭിഷ അഷ്ടമി അല്ലേ? ഫാമിലി സലൂൺ കിളിമാനൂർ. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിളിമാനൂർ. മികച്ച ഓഫറുകൾക്കായി സന്ദർശിക്കൂ ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കൂടാതെ ഓണം പ്രമാണിച്ച് വൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. അപ്പോൾ ഞാൻ എന്തായാലും ഗൂഗിൾ പേ ചെയ്യാൻ പോവുകയാണ്. 0341. ഓക്കെ, ആ ഒരു നമ്പറിലേക്ക് ഫസ്റ്റ് വിന്നറാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ
സോ അഷ്ടമി അനിൽകുമാറിന് ഫസ്റ്റ് ഗിഫ്റ്റ് പോവുകയാണ്. അപ്പോൾ അഷ്ടമിക്കുട്ടി ചെയ്യേണ്ട ഒരു കാര്യം, അഷ്ടമിക്കുട്ടിയുടെ ഫോട്ടോ ഒന്ന് അയക്കുക. അതിനോടൊപ്പം തന്നെ അഷ്ടമിക്കുട്ടി 10 ഫോളോവേഴ്സിനെ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതുണ്ട്. അപ്പോൾ ഫോളോവേഴ്സിന് വേണ്ടി വാട്സാപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, സോ നിങ്ങളും ചെയ്യൂ എന്നുള്ളത് ഒന്ന് എല്ലാവർക്കും ഒന്ന് സ്ക്രീൻഷോട്ട്, അതായത് ഇതിന്റെ ഒരു ഷെയർ ഒന്ന് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് അയക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് 100 റുപ്പീസ് ദേ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ റിംഗ് ലൈറ്റിന്റെ ലൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അതിന്റെ വെട്ടം കൂടിപ്പോയി, ആൾക്കാരുടെ കണ്ണിലടിക്കും. ഇവരെല്ലാരും ചോദിക്കും ഞാൻ ഭയങ്കര പുട്ടിയാണോ എന്ന് വിചാരിക്കും. കുറെ പേര് അല്ലാണ്ട് നമസ്കാരം ഒക്കെ അയക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ആ ഒരു ഉത്തരങ്ങൾ മാത്രം അയക്കുക. ഓക്കെ, പിന്നെ വേറൊരാളും കൂടി ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയം താമസിച്ചു പോയി. സുബീഷ് എന്നാണ് തോന്നുന്നത് അല്ലെ? സുബീഷ് എന്ന് പറയുന്ന ആൾ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ടൈം കഴിഞ്ഞു പോയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പേരുടെ കൂടി ഈ ഒരു കമന്റും കൂടെ ഞാനൊന്ന് വായിക്കട്ടെ. ഓക്കെ, സുഭാഷ് കഞ്ചുക്കോടൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ചേക്കുന്ന കമന്റ് ആയിട്ട് അയക്കരുത് കേട്ടോ. കുറെ കമന്റ് വിട്ടുപോയിട്ടുണ്ടാവാം, ക്ഷമിക്കുക. കണ്ടം വെച്ച കോട്ട് പകുതി ക്യാഷ് എനിക്കുള്ളതാണ് ദിനു PV കണ്ണൻ. ധനപാലൻ പകുതി എനിക്ക് മനീഷ എന്ന് പറയുന്നു. കണ്ടം വെച്ചാൽ കോട്ട് ശൈല അനിൽകുമാർ അതെ എന്ന് പറയുന്നു. ഞാൻ തന്നെയാ എന്ന് പറയുന്ന അഭിഷ. ഓക്കെ, ഹലോ മോളെ, ഉത്തരം ചോദിച്ചു, അതിന് ഉത്തരം ഞാൻ പറഞ്ഞു. അല്ല, ഉത്തരം പറഞ്ഞാൽ ക്യാഷ് കിട്ടില്ല, ഫോളോവർ ആണെങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടുള്ളൂ. അങ്ങനെയാണോ? അതെ, ഫോളോവർ ആയിരിക്കണം. ഹായ് തില്ല എന്ന് പറയുന്നുണ്ട് രാജി. ഓക്കെ, നമസ്കാരം. ഹരിദാസ് ചേട്ടൻ നമസ്കാരം പറയുന്നു. അയ്യോ, ചെമ്മീനല്ലേ ഉത്തരം? ചെമ്മീനല്ല ഉത്തരം. ഓക്കെ, അപ്പോ നെറ്റ് കട്ടായി പോണു ചേച്ചി എന്ന് പറയുന്നു. ഓക്കെ, നെറ്റ് ഞാൻ വൈഫൈ കണക്ട് ചെയ്യാം. ഓക്കെ, അതുവരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. അതിനോടൊപ്പം ക്യാഷ് കിട്ടിയ ആള് ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റിൽ വന്ന് പറയോ. അപ്പോഴായിരിക്കും ബാക്കി എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുക. ഓക്കെ, ക്യാഷ് കിട്ടി എന്നുള്ളത് വാട്സാപ്പിലല്ല മോനെ, ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയാമോ? സാന്ത്വനം ഹോം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ്, ചാത്തന്നൂർ, പരവൂർ, മീനാട്. ഫോൺ 7990910816. മറ്റൊരു നമ്പർ 5. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ 9526622628. മറ്റൊരു നമ്പർ 9567727802. ഞങ്ങളുടെ സേവനങ്ങൾ: ഹോം നഴ്സ്, ഹൗസ് മെയ്ഡ്, ഡെലിവറി അറ്റൻഡർ, ഓഫീസ് സ്റ്റാഫ്, ആശുപത്രി കൂട്ടിരിപ്പ്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളവരുടെ കമന്റുകൾ കൂടെ വായിക്കാം. ഓക്കെ, നെറ്റ് കട്ടായി പോകുന്നത് ഇപ്പൊ സെറ്റാ. ഓക്കെ, ഹായ് തില്ല അനീഷ് ബാലകൃഷ്ണൻ ചേട്ടൻ നമസ്കാരം. ക്യാഷ് കിട്ടി ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബിജു കെ രേഷ്മ നിവാസ് ഹായ് പറയുന്നുണ്ട്. ഇത് എന്റെ മച്ചമ്പിയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് ബൈ എന്ന് പറഞ്ഞ നാരായണൻ കുട്ടി ചേട്ടൻ പോകുന്നു. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ബാലമുരളി ഹായ് പറയുന്നു. ഓക്കെ, എല്ലാവരും ലൈവ് അവസാനം വരെ കാണൂ എന്ന് ശൈല ചേച്ചി പറയുന്നുണ്ട്. അതെ, അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി 400 രൂപ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാവർക്കും ക്യാഷ് കിട്ടും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ക്യാഷ് കിട്ടും. അയക്കുന്നത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്, അതായത് ഫസ്റ്റ് വാട്സാപ്പിൽ അയക്കുന്ന ആൾക്കാർക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഇപ്പൊ ഞാൻ അടുത്തത് തൊട്ട് ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം. ഓക്കെ, നല്ല ഒരു നാടൻ പാട്ട് പാടുമോ എന്ന് ചോദിക്കും. നമസ്കാരം, ഞാനും എത്തി. എല്ലാവർക്കും നമസ്കാരം എന്ന് ഷാഹുലേട്ടൻ നമസ്കാരം. ലൈവിലേക്ക് സ്വാഗതം, ഹൃദയപൂർവ്വം സ്വാഗതം. ലൈവ് മാക്സിമം കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉത്തരം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ,
ഉത്തരം ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ് എന്നായിരുന്നു. കണ്ടം വെച്ച കോട്ട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യവും ഉത്തരവും. അപ്പൊ നിങ്ങളെ ഞാൻ ഒട്ടും മുഷിപ്പിക്കുന്നില്ല. നമ്മളൊരു എന്തായാലും 9:22 ആയിട്ടുണ്ട്. സോ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മലയാള സിനിമയിൽ DTS സംവിധാനം ആദ്യമായി ഉപയോഗിക്കുന്നത് ഏത് ചിത്രത്തിലാണ്? മലയാള സിനിമയിൽ DTS സംവിധാനം ആദ്യമായി ഉപയോഗിക്കുന്നത് ഏത് ചിത്രത്തിലാണ്? ഓക്കെ, ആദ്യത്തെ ഉത്തരം വന്നിട്ടുണ്ട്. ദിനു ചേട്ടൻ ആണെന്ന് തോന്നുന്നു. ദിനു ചേട്ടനാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ആദ്യ DTS സംവിധാനം ഉപയോഗിക്കുന്നത് 1997 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലാണ്. സോ അത് അയച്ചിരിക്കുന്നത് ദിനുചേട്ടനാണ്. ദിനുചേട്ടാ ഒന്ന് ഇതിലേക്ക് ഒന്ന് അയക്കാമോ? ദിനുചേട്ടന്റെ അക്കൗണ്ട് പേരൊന്ന് അയച്ചേക്കാമോ? ബാക്കി കുറെ ഉത്തരങ്ങൾ വന്നായിരുന്നു. പക്ഷെ ആദ്യം അയച്ചേക്കുന്നത് നമ്മുടെ ദിനുചേട്ടനാണ്. സോ അതുകൊണ്ട് ദിനുചേട്ടനാണ് ഇന്നത്തെ ഈ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഇതിനകത്ത് കുറെ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ദയവേത് ഇതിനകത്ത് കമന്റ് ആയിട്ട് ഇടരുത് കേട്ടോ. മത്സരത്തിന് ഞാനില്ലെങ്കിലും ഇതൊക്കെ പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നല്ലോ എന്ന് ഷാഹുലേട്ടൻ പറയുന്നു. ഓക്കെ, ഷാഹുലേട്ടൻ മത്സരത്തിന് പങ്കെടുക്കുവോ? അത് നല്ല കാര്യമല്ലേ. നമുക്ക് കുറച്ച് ഗിഫ്റ്റും 100 രൂപയൊക്കെ വെറുതെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. സോ ഒന്ന് മത്സരത്തിൽ പങ്കെടുക്കൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്തോട്ടെ കേട്ടോ. സംഭവം നമ്മുടെ വൈഫൈ കണക്ട് മോഡം കുറച്ച് കംപ്ലൈന്റ് ആയിട്ട് അതിന്റെ അങ്കിൾ ഇന്ന് വന്ന് മോഡം എടുത്തിട്ട് പോയി. അപ്പോൾ ഇവിടെ നെറ്റ് ഇല്ല. സോ ഇതിനകത്ത് റീചാർജ് ചെയ്ത് അധികം പരിചയമില്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റുന്നത്. പിന്നെ അനിയന്റെ ഫോണിലാണ് ഇന്നിപ്പോൾ നമ്മൾ ലൈവ് വിടുന്നേ. സോ ഒന്ന് ഞാൻ നെറ്റ് കണക്ട് ചെയ്തോട്ടെ. അതുവരെ എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, വൈഫൈ കണക്റ്റഡ് ആണ്. സോ ഇപ്പൊ നെറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയൂ കേട്ടോ. ഉത്തരം സെൻഡ് ചെയ്തു. ഉത്തരം സെൻഡ് ചെയ്താൽ പോരാ ചേട്ടാ, നമ്മൾ പറയുന്ന ടൈമിനുള്ളിൽ ആദ്യം അയക്കണം. അതാണ് നമ്മുടെ ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇവിടെ ആദ്യം ഉത്തരം വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പേരിന്ന് വന്നായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം ഉത്തരം വന്നത് ഈ പറയുന്ന നമ്മുടെ ദിനുചേട്ടന്റെ കയ്യിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് ദിനുചേട്ടന് നമ്മൾ ലൈവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ദിനുചേട്ടനുള്ള ഗൂഗിൾ പേ, സെക്കൻഡ് ഗൂഗിൾ പേ അയച്ചു കൊടുക്കട്ടെ. അപ്പൊ ഈ ക്യാഷ് കിട്ടുന്നവർ ചെയ്തു തരേണ്ട ഒരു കാര്യം, നിങ്ങൾ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്തു എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് എനിക്ക് 100 രൂപ കിട്ടി എന്നുള്ളത് ഒന്ന് അറിയിക്കുക. ഓക്കെ, ഇതാണ് ചെയ്തു തരേണ്ടത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിശ്വസിക്കുന്നു. ദിനുചേട്ടനതേ 100 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിനുചേട്ടാ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്താന്നുള്ളത് നമ്മുടെ ലൈവിൽ വന്നൊന്ന് പറയൂ. ഓക്കെ, അപ്പോൾ ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. എന്തായാലും എനിക്ക് എല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു 2-3 വാട്സാപ്പൊക്കെ ഫോണൊക്കെ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് സംഭവമുണ്ട്. വാട്സാപ്പിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. ഓക്കെ, അത് കണക്ക് തന്നെ നമ്മുടെ അഭിഷക്കുട്ടിയും എന്തായാലും ആ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തരിക.
FB-യിലും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത ആൾക്കാരെ കൊണ്ടൊന്ന് ഫോളോ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ദിനുചേട്ടൻ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോൾ ദിനുചേട്ടൻ എന്തായാലും ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയോ നാടൻ പാട്ടൊക്കെ ചോദിച്ചായിരുന്നു. നങ്ങേലി നാടൻ പാട്ട് പാടിയാലോ? എന്ത് പറയുന്നു? ഓടി വായോ. ഏത് പാട്ടാ നങ്ങേലി പാടാൻ പോകുന്നേ? വേഗം വായോ. ഏത് പാട്ടാ നങ്ങേലി ഇന്ന് ഏത് പാട്ടാ പാടാൻ പോണേ ആദ്യം? ഹലോ, അപ്പൊ നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്ന് പറയൂ. കാര്യം എനിക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സ്റ്റാൻഡ് തരാമോ എന്ന് ചോദിച്ചതാണ്. നിങ്ങൾക്ക് എന്നെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സോ എന്തായാലും എൻ്റെ വാ മറഞ്ഞു അല്ലേ ഇതിന്റെ ഈ ഒരു സംഭവം കൊണ്ട്. ഈ മൈക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ കമന്റുകളും കൂടെ വേഗം വേഗം പോരട്ടെ. അപ്പോൾ അപ്പോഴത്തേക്ക് നങ്ങേലി കുട്ടിയുടെ വക ഒരു പാട്ട് ആയാലോ? എന്തു പറയുന്നു? ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണോ എന്ന് പറയൂ. ഇവിടെ മൈക്ക് സെറ്റ് ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ മുതൽ നമുക്ക് ഇങ്ങനെ ആക്കാം സംഭവം, എന്നാലേ നടക്കുള്ളൂ, എല്ലാ കാര്യങ്ങളോടെ നടക്കുള്ളൂ. നങ്ങേലി ദേ മൈക്ക് പിടിച്ചോളൂ. നങ്ങേലിയെ കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ഇങ്ങോട്ടിരുന്നോളൂ, ചേർന്നിരുന്നോ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? വേഗം പോരട്ടെ. തില്ല, നല്ല പ്രോഗ്രാമാണ്. പ്രജാ കളക്ഷൻ എനിക്ക് ഷർട്ട് കിട്ടി, സൂപ്പർ പ്രോഗ്രാം. അത് നമ്മുടെ പണ്ടത്തെ പ്രോഗ്രാമിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ പ്രോഗ്രാമില് നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് 3 പേരുണ്ട്. പ്രജാ കളക്ഷൻസ് ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ 3 പേര്, ഒന്ന് സ്റ്റാർ വിന്നർ ഗാനമേളയാണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നത് സാന്ത്വനം നഴ്സിംഗ് ഹോം, അതുപോലെ തന്നെ ലീബൻ ഫാമിലി സലൂൺ ക്ലിമാനൂർ. ഇവർ ഇത്ര പേരാണ് നമ്മുടെ പ്രോഗ്രാം ഈ ഒരു ക്യാഷ് പ്രൈസ് എന്നിവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. ലൈവിനിടയിൽ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യങ്ങൾക്ക് വാട്സാപ്പിൽ ആദ്യം ഉത്തരം നൽകുന്ന ആൾക്ക് ലൈവായിട്ട് അപ്പോൾ തന്നെ ഗൂഗിൾ പേ വഴി ഞങ്ങൾ ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സംഭവം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം കൈ നിറയെ പണം വിത്ത് RJ തില്ല. സോ ഓക്കെ, കുറച്ചധികം സെറ്റപ്പുകളൊക്കെ വന്നു. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ സുഖമായിരുന്നു ആദ്യമേ. അപ്പൊ ഇതെല്ലാം ഇവിടെ സംവിധാനം ഉണ്ടായിട്ട് മനഃപൂർവ്വം ഇതൊന്നും ചെയ്തു തരാത്തതാണ്. ഞാനിങ്ങനെ ഭ്രാന്തെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം കമന്റുകളും കൂടെ പോരട്ടെ. അപ്പൊ 25 പേരാണ് എനിക്കിപ്പോ ലൈവിൽ കാണിക്കുന്നത്. അതിനകത്ത് കാണിക്കുന്നില്ല, പക്ഷേ ഓക്കെ 23 കാണിക്കുന്നുണ്ട്. ഓക്കെ, മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യൂ. അനീഷെ മൈക്ക് കണക്ട് ചെയ്യൂ എന്ന് പറയുന്നു. മൈക്കൊന്ന് കറക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു ധനപാലൻ. ഓക്കെ, മൈക്കിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒന്ന് നോക്കാവോ? മൈക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലയോ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ ആണല്ലോ. അപ്പൊ ദിനുചേട്ടൻ പറഞ്ഞിരിക്കുന്നു പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോ ഇപ്പൊ നമ്മുടെ ലൈവ് ഏകദേശം 21 പേരുണ്ട്. എന്നാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ലൈവ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകൾ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കുക. അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഹരിദാസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടുകളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. 8:30 തൊട്ടൊന്ന് 10 മണി വരെ ആക്കാമോ ലൈവ് എന്ന് ചോദിച്ചു. ചേട്ടാ, ഞാനൊരു പാട്ടുകാരി കൂടെ ആണ്. അപ്പൊ നമുക്ക് ഇത്രയും നേരം ലൈവ് ചെയ്യാന്ന് പറയണത് ഇത്രയും വായിട്ടരച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണം. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ടോക്കിംഗ് ആണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പാട്ടുകൾ പാടാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ബാക്കിൽ ഷാഡോ അടിക്കുന്നുണ്ട്. ഓക്കെ, എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോ ധനപാലൻ ചേട്ടൻ ഓക്കെ ആണെന്ന് പറയുന്നു. പാട്ട് പാറയട്ടെ എന്നാണോ? പാട്ട് പാടട്ടെ നങ്ങേലിന്ന് പാട്ട് പാടാനാണ് പറയുന്നത് നങ്ങേലി കുട്ടിയോട്. മൈക്ക് ഓക്കെ ആണെന്ന് മനോജ് ചേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ, മൈക്ക് ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. അത്രയും വട്ടം വേണം എന്നില്ല. ഓക്കെ, ഓക്കെ, നങ്ങേലി അപ്പോൾ ആടാട് പാട്ട് പാടാം എന്ന് പറയുന്നു. എല്ലാവരും പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. പാട്ടുകൾ വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന്
മൈക്ക് താത്തുകയാണെന്നുണ്ടെങ്കിൽ നങ്ങേലിക്കുട്ടി നല്ലൊരു പാട്ട് പാടും എന്നാണ് പറയുന്നത്. ആടാട് പാടാം എന്നാണ് നങ്ങേലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നങ്ങേലി ആടാട് പാടുവോ? എങ്കിൽ പാടിക്കോ. അമ്മ തുടങ്ങണം എന്നാലേ പാടുള്ളൂ എന്നാണോ? ഓക്കെ, ശരി, ഞാൻ തുടങ്ങാം. കുറച്ച് ഡിലേ റിവർബൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിലാക്കൂ. ഓക്കെ. കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക്, കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക്, നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരൻ ചാർത്തണിട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ, അമ്മ ചോടൊന്നു വെക്കുമ്പോഴേ താളം പിടിക്കണിട്ട അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളും കൂടെ വരും. നങ്ങേലിയുടെ ഉണ്ടെങ്കിൽ ഞാൻ പാട്ടുകൾ പാടാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മനോജ് കുമാർ ചേട്ടൻ വെയിറ്റ് ചെയ്യണം. നമ്മളിതൊരു 1.5 മണിക്കൂർ ലൈവ് പോവും, അതുകൊണ്ട് കുഴപ്പമില്ല. 2 ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. 2 പേരും പൊളിച്ചു. ആശംസകളെന്ന് ഷാഹുലേട്ടൻ ചേട്ടാ, ഒരുപാട് നന്ദി. താങ്ക് യു പറയൂ നങ്ങേലി. ക്യാമറയിൽ അവളെ കൂടി കാണിക്കൂ എന്ന് പറഞ്ഞു. സംഭവം ഇത് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? അവളെ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നങ്ങേലിയുടെ അടുത്ത് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അമ്മയും മോളും കലക്കിയെന്ന് ഷൈല അനിൽകുമാർ, താങ്ക് യു. മോളുടെ മൈക്ക് വോളിയം കുറവാ എന്ന് പറയുന്നുണ്ട്. അത് നങ്ങേലി മനപ്പുറം സൗണ്ട് കുറച്ച് പാടുന്നതും കൂടെയാ. ഓക്കെ, നന്നായിട്ടുണ്ടെന്ന് ദിനു ചേട്ടൻ. ഓക്കെ, താങ്ക് യു. ഷൈല അനിൽകുമാർ ലവ് ഒക്കെ ഇരിക്കുന്നതിന് തിരിച്ചും ഒരുപാട് സ്നേഹം അല്ലേ? ഓക്കെ, നന്ദി പറയൂ. താങ്ക് യു പറയൂ എല്ലാവർക്കും. എല്ലാരും ഫുഡ് കഴിച്ചോ? സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചേ. കുറച്ച് അടുത്ത് പിടിച്ച് മൈക്ക് ചേർത്ത് പിടിച്ച് ഉറച്ച് സംസാരിച്ചേ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ, എല്ലാവർക്കും സുഖാണോ എന്നൊക്കെ ചോദിക്കൂ. എല്ലാവർക്കും സുഖമാണോ? മൈക്ക് വോളിയം കുറവായിരുന്നു. എല്ലാരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചേ. എല്ലാരും ഫുഡ് കഴിച്ചോ? ഓക്കെ, ഹായ് നങ്ങേലി താമസിച്ചു പോയി എന്ന് രതീഷ് ചേട്ടൻ പറയുന്നു. ഓക്കെ, ഹായ് രതീഷ് ചേട്ടാ, നമസ്കാരം. ലൈവിലേക്ക് സ്വാഗതം. തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ദിനചേട്ടൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് സ്റ്റാർ നൽകി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ സപ്പോർട്ട് us ബൈ ഗിവിംഗ് ഓർ സെൻഡിങ് സ്റ്റാർസ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരെയും വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് FB ലൈവ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ലൈവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് 3ാമത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്കറിയാം. സോ നിങ്ങളെ ഒട്ടും തന്നെ മുഷിപ്പിക്കാതെ 3ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. സോ 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഏറ്റവും തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതാണ്? ഏറ്റവും തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതാണ്? വേഗം ഉത്തരങ്ങൾ പോരട്ടെ. ഏറ്റവും തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതാണ്? വേഗം ഉത്തരം പോരട്ടെ. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ പേജിൽ പുതിയൊരു ഗെയിം ഷോ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ. സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഉടൻ പണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതിനകത്ത് 8 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ചത് 9 മണിയാക്കിയിട്ടുണ്ട്. സോ അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഫോളോവർ ആയിരിക്കണം. ഒപ്പം 10 ഫ്രണ്ട്സിനെ കൊണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യിക്കുക. ഉത്തരങ്ങൾ ഞങ്ങൾ വേഗം ഉത്തരം പോരട്ടെ. ഏറ്റവും അധികം തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും അധികം തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ. വേഗം ഉത്തരം പോരട്ടെ. കൈ നിറയെ നിങ്ങളുടെ അറിവും ആത്മവിശ്വാസവും ഉപയോഗിച്ച്. ഓക്കെ, വീണ്ടും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിന്നറാണ് ഇപ്രാവശ്യം വീണ്ടും 100 രൂപ അടിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നമ്മുടെ സോനക്കുട്ടിയാണ്. സോനക്കുട്ടി
ദേവദാസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ദേവദാസ് എന്നാണ് ഉത്തരം. ഏറ്റവും അധികം തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ് എന്ന് പറയുന്നതാണ്. സോ അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോനക്കുട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോ ഒരു തവണ വിന്നർ ആയി എന്ന് പറയും, ഇനി ഒരിക്കലും വിന്നർ ആവാതിരിക്കാം അല്ലെങ്കിൽ വിന്നർ ആവില്ല എന്നൊന്നുമില്ല. ഓക്കെ, സോ എന്തായാലും സോനക്കുട്ടിക്ക് ഞങ്ങള് ക്യാഷ് അയക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ ഹരിദാസേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ വിന്നർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അഷ്ടമിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഉത്തരം എനിക്ക് വന്നത് നമ്മുടെ സോനക്കുട്ടിയുടെ നിന്നാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ കേട്ട ഉടൻ തന്നെ ഒന്നുകിൽ മറ്റൊരു വാട്സാപ്പ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക, അല്ലെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ നിന്ന് നമ്മുടെ ലൈവ് കാണുക. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ഇത് കിട്ടാനുള്ള ചാൻസ് കൂടും, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അയക്കാനുള്ള ചാൻസ് കൂടും. സോ കഴിഞ്ഞ പ്രാവശ്യം അയച്ച ഗൂഗിൾ പേ നമ്പർ എന്റെ കയ്യിലുണ്ട്. സോ ആ ഒരു നമ്പർ ഞാൻ സോനക്കുട്ടിക്ക് വീണ്ടും അയക്കുകയാണ്. സോ സോനക്കുട്ടി ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടി എന്നുള്ള കാര്യം പറയുക. ഓക്കെ, ഇൻട്രൊഡ്യൂസിംഗ് ദി ലൈവ് ഗെയിം ഷോ പറയാം നേടാം കൈ നിറയെ പണം. സ്പോൺസർഡ് ബൈ സ്റ്റാർ വിന്നർ ഓർക്കസ്ട്ര ഗാനമേള, സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ് നിയർ സബ് രജിസ്ട്രാർ ഓഫീസ് കൊട്ടിയം ആൻഡ് ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിളിമാനൂർ. ഓക്കെ, അപ്പൊ സോനക്കുട്ടിക്കുള്ള എമൗണ്ട് ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും, 100 രൂപ സോനക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സോ സോനക്കുട്ടി കിട്ടിയോ, നമ്മുടെ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് അവിടെ എത്തിയോ, ഗൂഗിൾ പേ വഴി കിട്ടിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ചെയ്തുതരാൻ പറ്റുന്ന മറ്റൊരു സഹായം. സോ അതിനോടൊപ്പം തന്നെ ലൈവ് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക. പറ്റുമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക എല്ലാവരും. ഓക്കെ, പാട്ട് സൂപ്പർ എന്ന് അഞ്ജന നിജിന. ഓക്കെ, താങ്ക് യു. അമ്മയെ പോലെ തന്നെ മോളും പാട്ടിട്ടോ എന്ന് ബാലകൃഷ്ണൻ ചേട്ടോ ഒക്കെ ഒരുപാട് സന്തോഷം. സുധർമ്മ ലവ് തരുന്നു. ഹായ് തില്ല, ഹായ് നങ്ങേലി, താമസിച്ചു പോയി. ഓക്കെ ഏട്ടാ, കുഴപ്പമില്ല. നങ്ങേലി മോളെ സൂപ്പർ എന്ന് നികേഷ് ആർക്കിച്ചു. എല്ലാവർക്കും താങ്ക് യു പറയണം. സൂപ്പർ, എല്ലാവർക്കും സുഖമ എന്ന് പറയുന്നു കുഞ്ഞുമോൾ. ഓക്കെ, സുധർമ്മ ഓക്കെ പറയുന്നു. ലെനിൻ ദേവദാസ് എന്ന് പറഞ്ഞു. ഓക്കെ, ദയവ് ചെയ്ത് ഉത്തരങ്ങൾ ഇതിനകത്ത് അയക്കരുത്, വാട്സപ്പ് നമ്പറിൽ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 99 47 89 0378. ഈ നമ്പർ ഞാൻ ഈ ഒരു ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ സോന ബാലു നായർ റിസീവ്ഡ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോനക്കുട്ടി ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ ബാലചേട്ടന്റെ മകളാണ്. സോ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 300 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലർക്കായി പോയിട്ടുണ്ട്. ഇനി 200 രൂപയ്ക്കാണ് നിങ്ങൾക്ക് അവസരമുള്ളത്. സോ ആ ഒരു 200 രൂപയ്ക്ക് വേണ്ടി മാക്സിമം ലൈവ് കാണുക, ലൈവ് ഷെയർ ചെയ്യുക, അവസാനം വരെ ലൈവിൽ നിൽക്കുക. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരു അടുത്ത പാട്ടിലേക്ക് പോയാലോ? എന്ത് പറയുന്നു നങ്ങേലിക്കുട്ടി? ഏത് പാട്ട് പാടാം? വേടന്റെ പാട്ട് പാടിത്തരുവോ? കഴിഞ്ഞതിനെ പാടാമെന്ന് പറഞ്ഞ് പറ്റിച്ചു നങ്ങേലി. അപ്പൊ വേടന്റെ പാട്ട് വേണോന്ന് ഇവരെല്ലാരും പറയുന്നേ. ബിനു ഹരിദാസ്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഹരിദാസ് ഏട്ടനാ കിട്ടിയത്. ആൻസർ എന്താന്ന് ചോദിക്കുന്നത്, ദേവദാസ് എന്നുള്ളതാണ് ആൻസർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ. ഓക്കെ, ആൻസർ അതായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ സിനിമയാക്കിയ നോവൽ ഏതാണ് എന്ന് ചോദിച്ചു. അത് ദേവദാസ് എന്ന് പറയുന്നതായിരുന്നു ഉത്തരം. ഓക്കെ, നങ്ങിലിക്കുട്ടി ഒരു പാട്ട് പാടാമോ? ഏതെങ്കിലും ഒരു പാട്ട് പറയൂ. ഹായ് അനീഷ്, വിജയ സൗണ്ട്സ് കാരേറ്റ്. മനോജ് പറയുന്നു. ഓക്കെ, വിജയ സൗണ്ട്സ് കാരേറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, എനിക്കൊന്നും കിട്ടിയില്ല. അയ്യോടാ, ഇനി എന്തായാലും കിട്ടും കേട്ടോ, ഉറപ്പായും കിട്ടും. ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി 200 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. 300 രൂപ പലർക്കായിട്ട് പോയിട്ടുണ്ട്. സോ ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലയോ? എല്ലാം മറന്നുപോയി. ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഓക്കെ, എന്തായാലും ഒരു പാട്ട് വേണം. നങ്ങേലി പാട്ട് ബുക്കൊക്കെ വന്ന് നിങ്ങൾ കണ്ടോ? ഈ പാട്ട് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടാ പാട്ട് പാടാതെ ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ച്. എന്ത് കൊച്ചാണതല്ലേ? നിങ്ങൾ എല്ലാരും പറയൂ, അപ്പൊ പാട്ട് പാടും. നങ്ങേലി ചെമ്പരത്തി കമ്പ് കൊണ്ട് പാട്ട് പാടുവോ? അപ്പൊ ഏത് പാട്ടാ പാടുന്നേ പറ? ഏത് പാട്ടാ? പെട്ടെന്ന് പറ, ഏത് പാട്ട് വേണം? അമ്മ പറയുന്നു. അമ്മ പറഞ്ഞ പാട്ടാ ഇത്. അത് വേണ്ട, പിന്നെ ഏത് പാട്ട് വേണം? വേഗം പറയൂ. ലൈവ് പൊക്കോണ്ടിരിക്കുന്ന ടൈം പോവാണ്, എല്ലാരും പോവും. ഏത് വേണം? വേഗം പറ. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നുമില്ല, എല്ലാ പാട്ടും അമ്മയ്ക്ക് ഇഷ്ടാ. വേഗം പറയൂ, വേഗം ആവട്ടെ. അമ്മ തുടങ്ങിയാലേ ഞാൻ തുടങ്ങുള്ളൂ എന്നാണ് എന്റെ കൊച്ചു പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് പറയുന്നു? അതിനോട് നിങ്ങൾ എല്ലാവരും യോജിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ മൈക്ക് അടുത്ത് പിടിച്ച് പറയില്ലെങ്കിൽ ഞാനിവിടെ വെറുതെ പറയുന്നെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് നങ്ങേലിക്ക് വേണ്ടിയിട്ട്
നങ്ങേലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ നങ്ങേലി? വേഗം പറയും. ഇത് പാട്ട് ബുക്കൊക്കെ കൊണ്ടുവന്ന് ഞാൻ പാട്ട് ബുക്കൊക്കെ നോക്കുകയാണ് ഗൈസ്. ഇതിലേത് പാട്ടാണ്? ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് ഇതെല്ലാം എടുത്തു വെച്ച് നോക്കുന്നത് തന്നെ. ഏത് പാട്ട് വേണം നങ്ങേലി? വേഗം പറയൂ, വേഗം പറയൂ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടൊന്നും ഇതിനകത്ത് കാണുന്നില്ലല്ലോ ദൈവമേ. ഇതിലേത് പാട്ടാ ഞാൻ പാടുന്നേ ഇനി? ഏത് പാട്ട് വേണം? പെട്ടെന്ന് പറയാതെ പാടാലോ നമുക്ക്. ഈസി ഉള്ള പാട്ടാണ് വേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാനാം പാടാം. അപ്പൊ എന്തു പറയുന്നു? അണ്ണാറക്കണ്ണാവ പാട്ടറിയാമോ? അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അതറിയില്ല. വേറെ പാട്ട് പറയാനാണ് കുഞ്ഞ് ആവശ്യപ്പെടുന്നത് ഗൈസ്. വേറെ പാട്ട് ചോദിക്കൂ എന്ന് പറയുന്നു. വേറെ പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അൽവ കണ്ണാലെ പാടിയാലോ? ഡൗട്ട് ഉണ്ടോ? അമ്മയുടെ ഇഷ്ടമാണ് മോളുടെ ഇഷ്ടം. ദിനു ബേബി കണ്ണൻ. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴിങ്ങനെ പറയുന്നു ഉള്ളതേ ഉള്ളൂ. 28 പേരുണ്ട്. നങ്ങേലി പൂവേ. അതെ, കുഞ്ഞുണ്ണി മാഷിനൊരു കവിത അറിയായിരുന്നല്ലോ. ആ കവിത പാടിയേ നോക്കട്ടെ. ഏത് കവിതയായിരുന്നു? ഓക്കെ, 2 വരി പാടും കൊച്ച്. ഓക്കെ, പറഞ്ഞോട്. കവിതയാണ് പാടുന്നത്. ആരുടെ കവിതയാ പാടുന്നേ? കുഞ്ഞുണ്ണി മാഷിന്റെ. 2 വരിയെ കൊച്ചിനെ അറിയുള്ളൂ. എല്ലാരും സദയെ ക്ഷമിക്കുക. ഓക്കെ, പാടിക്കോ. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ. ഇതിന്റെ ബാക്കിയൊക്കെ അറിയായിരുന്നു, കുഞ്ഞു മറന്നുപോയി. നങ്ങേലിപ്പൂവ് എന്നുള്ള പാട്ട് പറയുന്നുണ്ട് ഹരിദാസ് ഏട്ടൻ. ഓക്കെ, പിന്നെ എന്താണ്? നമ്മുടെ ലൈവ് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ പാട്ടൊക്കെ ചോദിച്ച സ്ഥിതിക്ക് വേറെ പാട്ടുകൾ ചോദിച്ചാൽ ഉറപ്പായിട്ട് പാട്ടുകൾ പാടിത്തരാം കേട്ടോ. കാര്യം പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പാട്ടുകളൊന്നും ഓർമ്മ വരില്ല. അപ്പൊ ഏതെങ്കിലും പാട്ടുകൾ വേണമെങ്കിൽ ഓക്കെ, മണിച്ചേട്ടന്റെ പാട്ട് നമുക്ക് പാടിയാലോ? ഏത് പാട്ട് വേണം? ഓക്കെ, ചാലക്കുടി വേണോ? ഈ വേണ്ട, കുഞ്ഞുനാളെ ചെറുപ്പത്തിൽ പാടാം. ഓക്കെ, അമ്മ പാടുമ്പോ കോറസ് പാടിത്തന്നാ മതി. ഓക്കെ. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങള് നെയ്യുമ്പോ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങള് നെയ്യുമ്പോ എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. ഓക്കെ, പിന്നെ ഏത് പാട്ടാ? എന്റെ പൊന്നപ്പോ ശാരികയെ നിന്നെ കാണാനൊക്കെയാണ് ചോദിക്കുന്നത്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ, അങ്ങനെ ചോദിക്കരുത്. ഉറക്കെ പാടൂന്ന് നങ്ങേലിയോടാണ് പറയുന്നത് മനോജ് സാർ. ഉറക്കെ പാടാൻ. ആടാട് ചോദിച്ചു ഹരിദാസ് ചേട്ടാ. നമ്മൾ ആടാട് ഒരു തവണ പാടിയായിരുന്നു കേട്ടോ. ഓക്കെ, സുധർമ്മ ദേവ കൈമ. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് നമുക്ക് കമന്റ് തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. മാക്സിമം ലൈവ് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ വിന്നർ ഗാനമേള, സാന്ത്വനം ഹോം നഴ്സിംഗ് കെയർ, അതിനോടൊപ്പം തന്നെ ലീബൻ ഫാമിലി സലൂൺ കിളിമാനൂർ. അപ്പോൾ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓണം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ സ്റ്റാർ വിന്നർ ഗാനമേളയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉത്സവാഘോഷങ്ങളിലും നിങ്ങളുടെ ഹൗസ് വാമിംഗ് ടൈമിനും മാരേജ് ഫംഗ്ഷൻസിനും ബർത്ത്ഡേ ഫംഗ്ഷൻസിനും ഒക്കെ ഞങ്ങളുടെ പാട്ടുകാരെ സജ്ജമാണ്. അപ്പൊ നിങ്ങളുടെ ആഘോഷങ്ങൾ കളർഫുൾ ആക്കാൻ, സംഗീത വിസ്മയമാക്കുവാൻ വേണ്ടി ഉറപ്പായും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ടീമാണ് സ്റ്റാർ വിന്നർ ഗാനമേള. സോ അതിനോടൊപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം സ്റ്റാർ വിന്നർ ഗാനമേളയുടെ ഒപ്പം ഞാനും ഉണ്ടാവും ആങ്കറിങ്ങിന്. സോ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ ഉറപ്പായിട്ട് മറക്കാണ്ട് ഈ ഒരു ടീമിനെ വിളിക്കുക. ഒപ്പം നിങ്ങൾക്ക് വീട്ടിലേക്ക് നിങ്ങൾക്കൊരു പ്രായമായ
ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഒരു സഹായത്തിന് ഒരാളെ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സാന്ത്വനം ഹോം നഴ്സിംഗ് കെയറിനെ സമീപിക്കുക, മറന്നു പോകരുത്. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും, ആൺപിള്ളേർക്കായാലും പെൺപിള്ളേർക്കായാലും ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ കുറച്ചും കൂടി മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് ലീബൻ ഫാമിലി സലൂണിനെ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചിറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് ഇറങ്ങാൻ പറ്റും, ഞാൻ തരുന്ന ഉറപ്പാ. ഓക്കെ, ഉറപ്പായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്, അപ്പൊ ഇനി ഞാൻ പോകുന്നതായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് തരാം. ഓക്കെ, സോ ഒത്തിരി പേര് ലൈവ് കാണുന്നുണ്ട്. പിന്നെ ലൈവിൽ ചോദിച്ചിട്ടുള്ളത് മന്ദാരക്കാവിലെ വേലപൂരം കാണാൻ മന്ദാര ചെപ്പുണ്ടോ മാരുണിക്കല്ലുണ്ടോ. ഓക്കെ, മന്ദാരക്കാവിലെ കുറെ കാലമായി പാടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നങ്ങേലിക്കും പാട്ടായി എന്ന്. അതെന്താ ശാരികയെ പിടിക്കില്ലേ? അയ്യോ, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പാടാൻ അറിഞ്ഞൂടാ ചേട്ടാ, അത്രേ ഉള്ളൂ. അഞ്ജന നിജനൊക്കെ കൈയടിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് മന്ദാരക്കാവിലെ പാട്ടിൽ പോവാം. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കുമ്പോ വേണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കുമ്പോ വേണ്ടേ. ബാക്കി പാട് പറഞ്ഞൂടെ? മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവിലെ വേലപൂരം കൊടിയേറും. മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവിലെ പൂരം കൊടിയേറും. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കുമ്പോ വേണ്ടേ. ഓക്കെ, ഈ പാട്ട് ഞാൻ പാടി എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അഭിഷക്കുട്ടിയുടെ സിസ്റ്ററാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ഒരു കുട്ടി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ അഭിഷക്കുട്ടിയാണ്. സോ അഭിഷക്കുട്ടി നല്ല കിടിലൻ നാടൻ പാട്ടുകാരിയാണ്. നിങ്ങൾ ഏത് പാട്ട് ചോദിച്ചാലും കിടുവായിട്ട് പുള്ളിക്കാരത്തി പാടിത്തരും. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ അഭിഷക്കുട്ടി ഞായറാഴ്ച എത്തുകയാണ്. 8 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പോൾ ലൈവ് കാണാൻ മറക്കരുതാരും. ഓക്കെ, എന്തോ പറയുന്നു, ബാക്കി അറിയത്തില്ല, ബാക്കി മറന്നുപോയി എന്ന് തിരിച്ചേട്ടൻ. മറന്നുപോയതല്ല ചേട്ടാ, ഫുള്ള് ടെൻഷനാന്നേ. നിങ്ങൾ ഈ പറയും പോലെ ഇവിടെ ഒരു 4-5 ഫോണൊക്കെ വെച്ചിട്ട് ഈ സെറ്റപ്പ് ഞാൻ കൊണ്ടുപോകുന്നത്, അപ്പൊ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടെന്നേ. സുധർമ്മ ചേച്ചി സൂപ്പർ എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം. അഞ്ജന നിജൻ ലവ് ഒക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, ശരി, ഞാൻ ഇനി ഒട്ടും താമസിക്കാതെ നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. സോ 4th ക്വസ്റ്റ്യൻ, 100 രൂപ ലഭിക്കാനുള്ള 4ാമത്തെ ചോദ്യമാണ്. ഓക്കെ, എന്റെ നേരത്തെ ക്വസ്റ്റ്യന് ഉത്തരം അയച്ചിരിക്കുന്ന ആട് ജീവിതം ഗോഡ് ലൈഫ് എന്ന്. ദിനുചേട്ടാ, ഏറ്റവും കൂടുതൽ തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതെന്ന് ചോദിച്ചപ്പോ പോട്ടെ, ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്ത്യയിലെ ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് സാൻഡൽവുഡ് എന്ന പേരിൽ പ്രസിദ്ധമായത്? ഇന്ത്യയിലെ ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് സാൻഡൽവുഡ് എന്ന പേരിൽ പ്രസിദ്ധമായത്? വേഗം ഉത്തരങ്ങൾ അയക്കൂ. ഉത്തരം അയച്ചാൽ 100 രൂപയും കൊണ്ട് ഇപ്പൊ തന്നെ പോവാം. ഒന്നുമില്ലല്ലോ, ഒരു ചായ കുടിക്കാലോ. ചായക്ക് ഇപ്പൊ 10 രൂപയുള്ളൂ അല്ലേ? അപ്പം എന്തായാലും ഒരു ദിവസം മീൻ മേടിക്കാം, ഞാൻ അങ്ങനെ പറയും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു ഷവായി മേടിച്ച് കഴിച്ചൂടെ എന്ന് ചുമ്മാ പറയാം. ഷവായിക്ക് 120 രൂപ 150 രൂപയാണ്. ഷവർമ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. സോ 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ക്യാഷ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഉത്തരം പോരട്ടെ, ഉത്തരങ്ങൾ വേഗം പോരട്ടെ. ഓക്കെ, എനിക്ക് ഉത്തരം ആദ്യമായി വന്നിരിക്കുന്നത് ടിൻറ്റു, CITU എന്നാണ് കിടക്കുന്നത്. ടിൻറ്റു ഫേസ്ബുക്ക് ID ഒന്ന് അയച്ചേക്കൂ. കന്നഡ എന്നുള്ളതാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. അതിന് മേളിലേക്കൊക്കെ നമ്മുടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ താമസിച്ചു പോയി. ഇപ്രാവശ്യം എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട്. കന്നഡ എന്നുള്ളതായിരുന്നു ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് സാൻഡൽവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധമായത് എന്നതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് കറക്റ്റായിട്ട് ഉത്തരം നൽകിയിരിക്കുന്നത് നമ്മുടെ ടിൻറ്റു എന്ന് പറയുന്ന ആളാണ്. സോ FB ID ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു ഈ ചേട്ടന്റെ കാര്യമാണോ ഇന്നലത്തെ കാര്യം പറഞ്ഞേ? നേരിട്ട് കണ്ടിരുന്നു, ക്യാഷ് കിട്ടിയില്ല, ഞങ്ങൾ അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ആ പരാതി ദൈവം കേട്ടു എന്ന് എനിക്ക് തോന്നുന്നു. സോ വേഗം FB ID അയച്ചോളൂ. അതുപോലെ തന്നെ GPay നമ്പർ കൂടെ ഒന്ന് അയക്കുക.
എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ക്യാഷ് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മാക്സിമം പേരിലേക്ക് ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്. എന്തായാലും ആ റിപ്ലൈ വരുന്നത് വരത്തേക്ക് ഞാൻ ഇതൊന്ന് വായിക്കാം. ഓക്കെ, ദിനു പി വിചാരിച്ച് ചിരിക്കുന്നു. നങ്ങേലി ഉടായിപ്പടെ ചുണ്ടനക്കുന്ന മാത്രമേ ഉള്ളൂ എന്ന്. സത്യമാണ്, സത്യം. നിന്നെ തൂക്കി എല്ലാരും തൂക്കി. ഇനി ഞാൻ മിണ്ടൂല, നങ്ങേലി പാട്ട് പാടും. ഓക്കെ അല്ലേ? ഇനി നങ്ങേലി പാട്ട് പാടണം. എന്ത് പറയുന്നു ഗൈസ്? നിങ്ങൾ എല്ലാരും പറയും പോലെ നങ്ങേലി ഭയങ്കര ഉടായിപ്പാ. നങ്ങേലി ഇതുപോലെ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ചാടി കയറി എന്റെ ലൈവിൽ കൂടെ ഇരിക്കും. ഒരു കാര്യമില്ല, എന്നിട്ട് പാടത്തില്ല. കള്ളി പാടി എന്നാണ് പറയുന്നത്. നങ്ങേലി ഒരുത്തി പാടും. അപ്പോഴത്തേക്ക് ഞാൻ ഇവർക്കെല്ലാം ക്യാഷ് അയച്ചു കൊടുക്കാം. എന്ത് പറയുന്നു? എനിക്ക് FB ID കൂടി വേണം. FB ID കൂടി ഇടുക. ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, ഫോളോവർ ആണോ എന്നുള്ളത് ഫസ്റ്റ് എനിക്ക് ചെക്ക് ചെയ്യണം. അതൊരു കാര്യം. അതിനോടൊപ്പം തന്നെ 10 പേരെ ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടി മെൻഷൻ ചെയ്യുക. ഓക്കെ, അത്ര കൂടെ ചെയ്യുക. നിങ്ങളുടെ FB ഒരു കാര്യം ചെയ്താൽ മതിയാവും. നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിന്റെ അടിയിലെ കമന്റിൽ വന്നിട്ട് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതിയാവും. അപ്പൊ തന്നെ മാക്സിമം ആൾക്കാർ വന്ന് ഫോളോ ചെയ്തോളും. ഓക്കെ, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഒന്ന് ഇട്ട് തന്നാൽ മതിയാവും. FB ID കൂടി ഒന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ വന്നൊരു ഹായ് ഇട്ടാലും മതി കേട്ടോ. ലൈവിന്റെ FB ID അങ്ങനെ പറയാൻ ചിലർക്കൊന്നും FB ID പറയാൻ അറിയില്ലായിരിക്കും. ചിലപ്പോൾ വല്ല കുനിഷ്ടൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്, മീൻസ് നെയിംസ് ഒക്കെ ആണെങ്കിൽ ചിലർക്ക് അറിയില്ലായിരിക്കും. സോ അതുകൊണ്ട് ഓക്കെ. ഷൈല അനിൽകുമാർ യെസ് എന്ന് പറയുന്നുണ്ട്. നങ്ങേലി നിന്നെ സപ്പോർട്ട് നീ ചെയ്യുന്നില്ല എന്ന് സപ്പോർട്ട് തരാനേ ആൾക്കാരുള്ളൂ. ചുണ്ടനക്കാണെന്നുള്ളത് കണ്ടോ, എല്ലാരും കണ്ടുപിടിച്ചു. എന്താണ് നങ്ങേലിക്ക് ഇതിലുള്ള അഭിപ്രായം? പറ. എല്ലാവരോടും എന്താ പറയണ്ട? ചുണ്ടനക്കുന്നേ ഉള്ളോ അതോ പാട്ട് പാടുന്നുണ്ടോ? വേഗം പറയൂ. എന്താണ് കുട്ടി ഒന്നും പറയാത്തത്? എന്താണൊന്നും പറയാത്തത്? അരുൺ ദയാൽ അരുൺ എന്നാണോ പേര്? അരുൺ ദയാൽ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. അരുൺ ദയാൽ. ഓക്കെ, അപ്പൊ അരുൺ ദയാലിന് ദേ നമ്മള് ക്യാഷ് അയക്കാൻ പോവാണ്. 100 രൂപ 4ാമത്തെ വിന്നറാണ്. സോ ഇനി ഒരു വിന്നറെ കൂടെ നമുക്കുള്ളൂ. സോ ദേ അരുൺ ദയാലിനുള്ള ക്യാഷ് പ്രൈസ് ഈസ് ഓൺ ദി വേ. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അയ്യോ എന്ത് പറ്റിയെന്നറിയില്ല. നോക്കിയേ എന്ത് പറ്റിയെന്ന്. ചേട്ടായി ഒന്ന് നോക്കാമോ? ക്യാഷ് പോകുന്നില്ല. എല്ലാം സെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് വന്ന ഉടനെ ഒന്ന് മെസ്സേജ് അയക്കും. ഓക്കെ, നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് റൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബൂട്ടിംഗ് ആണ്. അമ്മയെ പോലെ ആക്റ്റീവ് ആകൂ നങ്ങേലിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. നങ്ങേലിക്കുട്ടി കുറച്ച് പുറകോട്ടാണ്. ഡാൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നങ്ങേലിക്കുട്ടി കളിക്കും. പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ നങ്ങേലിക്കുട്ടി ഭയങ്കര പുറകിലോട്ടാണ്. പിന്നെ സംസാരത്തിന്റെ കാര്യത്തിലായാലും ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ നങ്ങേലിക്കുട്ടി ഭയങ്കര സെറ്റപ്പാ. അല്ലാത്തപ്പോൾ എല്ലാം നങ്ങേലിക്കുട്ടി ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അപ്പൊ അരുൺ ചേട്ടാ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. ഓക്കെ, ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടിലേക്ക് പോയാലോ? എന്ത് പറയുന്നു? ഓക്കെ, ഒരു പാട്ടിലോട്ട് പോ. ഒരു അടിപൊളി പാട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടിപൊളി പാട്ട് നമുക്ക് നോക്കാം. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരൻ ചോദിക്കാം. കുയിലിനെ തേടി കുതിച്ചു പായും മാന പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരൻ ചോദിക്കാം. ഇനി പറയൂ എല്ലാരും, എന്റെ കൊച്ചു പാട്ട് പാടിയോ ഇല്ലയോ എന്നുള്ളത് എല്ലാരും പറയണം. അല്ലേ നങ്ങേലി? ഇപ്പൊ നങ്ങേലിക്ക് വാശിയായി ഗൈസ്. ഇനി നങ്ങേലിയെ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ ദേ അരുൺ ദയാലിനുള്ള 100 രൂപ വന്നിട്ടുണ്ട്. സോ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. സോ നമ്മൾ 4 പേർക്കായി അല്ലേ? 4 പേർക്കുള്ള ഇതായിട്ടുണ്ട്. സോ ഇനി ഒരു 100 രൂപ 500 രൂപയാകാൻ ഇനി ഒരു 100 രൂപയുടെ കുറവേ ഉള്ളൂ. ഓക്കെ,
മന്ദാരക്കാവിലെ നൊസ്റ്റാൾജിയാന്ന് രുദ്രൻ സാറ്. സത്യമല്ലേ, നമ്മുടെ അന്നത്തെ കാലമൊക്കെ എന്ത് സൂപ്പറായിരുന്നു. ഇപ്പൊ എല്ലാം മിസ് ചെയ്യുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു. കുറച്ച് അടുത്തോട്ട് വെച്ച് തരുമോ പ്ലീസ്. അഞ്ജന നിജിൻ റിയാസ് ലവ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, ശൈല അനിൽകുമാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യുടാ, താങ്ക് യു. പ്രജിത്തണ്ണൻ ലൈവ് കാണുന്നുണ്ട്. അപ്പൊ പ്രജിത്തണ്ണ ഞായറാഴ്ച ലൈവില് ഉറപ്പായിട്ടും പ്രജിത്തണ്ണന്റെ ഒരു സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ അജിൻ ചേട്ടൻ ലൈവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചേട്ടൻ ലൈവ് കാണുന്നുണ്ട്. രമേശ് ബിസി. ഓക്കെ, രമേശ് ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഇനി നങ്ങില് പാട്ട് പാടുവോ? ഇനി ഏത് പാട്ടാ പാടുന്നേ? ഒറ്റയ്ക്ക് ഒരുത്തി പാടാൻ അറിയില്ലേ ഒറ്റയ്ക്ക്? എന്തേ ഇങ്ങനെ നങ്ങേലി എപ്പോഴും പറ്റിക്കും ഗൈസ്. അടുത്ത ദിവസം പാടാന്ന്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് എന്ത് പറ്റി? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ. ഡോന ബാലമുരളി ഹായ് പറഞ്ഞ ഹായ്, നമസ്കാരം. ശൈല അനിൽകുമാർ. ഓക്കെ, ഞാൻ എപ്പോഴും ശൈല അനിൽകുമാർ എന്ന് വരുമ്പോൾ നമ്മുടെ അഭിഷക്കുട്ടിയുടെ പേര് മറന്നു പോകും. ഓക്കെ, അതാണ് കഴിഞ്ഞ തവണയും എനിക്ക് പറ്റിയത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒത്തിരി പേര് കമന്റുകൾ ഇടുക, അതിനോടൊപ്പം ലൈവ് ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ആഴ്ചയും ഇതേ സമയത്ത് തന്നെ ലൈവ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വരാനുള്ള സൗകര്യത്തിനാണ് ഞങ്ങൾ 9 മണി മുതൽ 10 മണി വരെ ലൈവ് ആക്കിയത്. ഓക്കെ, അപ്പോ മോളെ എന്ന ബിന്ദു ആന്റി നമസ്കാരം, ഒരുപാട് സന്തോഷം ആന്റി. എനിക്ക് പ്രോഗ്രാമിന് വരണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഏറ്റുപോയത് കൊണ്ട് മാത്രമാണ്. ഉറപ്പായിട്ടും ഫ്രീ ആവുന്ന സമയം എന്നെ വിളിച്ചിട്ടേ വേറെ ആരെയും വിളിക്കാവൂ പ്രോഗ്രാമിന്. അരുൺ ദേലത്തില്ല, ഞാൻ ട്രിവാൻഡ്രം സെഞ്ചുറി അരുണാണ്, ദീപുവിന്റെ ബ്രദർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ സെഞ്ചുറിയിലെ പാട്ടുകാരനാണ്. അപ്പോ തീർച്ചയായിട്ടും സെഞ്ചുറി നാടൻ പാട്ടിലെ പാട്ടുകാരനാണ്. അപ്പൊ സെഞ്ചുറി നാടൻ പാട്ട് മാനേജറാണോ? ഓക്കെ, മാനേജർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദീപു ചേട്ടന്റെ ബ്രദർ ആയിട്ടുള്ള നമ്മുടെ സെഞ്ചുറി നാടൻപാട്ട് സമിതിയുടെ മാനേജറാണ്. അപ്പോൾ സെഞ്ചുറി നാടൻപാട്ട് സമിതി ഒരു അടിപൊളി ടീമാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷവേളകളിൽ അവരെയും തീർച്ചയായിട്ടും പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കുക. ഓണമൊക്കെയാണ്, അപ്പോൾ ഓണ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് സഹായിക്കുക. രശ്മി അഭി ഹായ് പറയുന്നു. ഹായ്, നമസ്കാരം. ഹരിദാസേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, ഒരുപാട് സന്തോഷം. രശ്മി അഭി ജോലി കഴിഞ്ഞെത്തിയപ്പോൾ താമസിച്ചു പോയി എന്ന് പറഞ്ഞു. എന്റെ പൊന്നു കുഞ്ഞെ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ ടൈം നീട്ടിയാൽ ഉറക്കം കിട്ടില്ല. 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് കുട്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നേരത്തെ കുട്ടി ജോലികളെല്ലാം തീർത്തിട്ട് 9 മണിയാകുമ്പോൾ ഫോണും എടുത്തിട്ടിരിക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം ജോലി ചെയ്തുകൊണ്ടെങ്കിലും കണ്ടുകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, റിജു മിന്നൂസ് വിളിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതാ പറയുന്നതെന്ന്. സംഭവം എന്താണെന്നറിയാമോ? ഇത് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇടാൻ പറ്റില്ല, ഇത് നമ്മൾ അല്ലാണ്ട് റെക്കോർഡ് ചെയ്തതാണ്. എല്ലാം കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്, അതുകൊണ്ടാ. നികേഷ് ആർക്കിച്ചു വീടുപണി എല്ലാം കഴിഞ്ഞോ? അന്ന് വീടുപണി നടക്കുകയായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു. യെസ്, വീടുപണി എല്ലാം കഴിഞ്ഞു. വീടുപണിക്ക് ശേഷം ദേ നമ്മുടെ സ്റ്റുഡിയോയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നാണ് ഇപ്പൊ ലൈവുകൾ വിടുന്നത്. സോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ പേജിലൂടെയാണ് ലൈവുകളൊക്കെ പോകുന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷം. അതെല്ലാം ഓർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കമന്റ് ആയിട്ട് പറഞ്ഞതിന് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലൈവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് എന്ന ലോകത്തിലുണ്ട്. അപ്പോൾ തള്ള വൈബാണെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിനെ തള്ളിപ്പറയുന്ന കുറെ ആൾക്കാർക്ക് എന്തായാലും ഇതൊക്കെ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കും. ഞാനൊക്കെ 90s കിഡ്, അപ്പൊ ധൈര്യമായിട്ട് പറയാം ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ ഉള്ളത്. എന്തായാലും 20s ഒക്കെ ഏകദേശം കഴിയാറാവുന്നു. സോ അതുകൊണ്ട് അത് ധൈര്യമായിട്ട് പറയാം അല്ലേ. അപ്പൊ നങ്ങിൽ ഈ പാട്ട് എത്തിയില്ലെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പാട്ടുകൾ വേഗം വേഗം പോരട്ടെ. നങ്ങിൽ ഈ ബുക്കൊക്കെ വെറുതെയാ കൊണ്ടുവന്നത്. നങ്ങിൽ ഒരു പാട്ടും പാടുന്നില്ല, ഭയങ്കര ഉടായിപ്പാണ് നങ്ങിൽ. ഏത് പാട്ടാ ഇനി പാടുന്നത്? വേഗം ആവട്ടെ. അമ്മയുടെ ഇഷ്ടം. കണ്ടോ, ഇതാണ് നങ്ങിലിയുടെ ഉടായിപ്പ്. അമ്മയുടെ ഇഷ്ടം. അപ്പൊ നങ്ങിൽ ഞാൻ പാടുമല്ലോ. നങ്ങിലിക്ക് കോറസ് പാടാൻ പറ്റുന്ന ഏതുണ്ട്? ലല്ലേ ലേലെ പാടിയാലോ? ഇവർക്ക് ആർക്കും അറിയില്ല അപ്പൊ ആ പാട്ട്. എന്ത് പറയുന്നു? സ്കോർ സെറ്റാക്കാം എന്ന് പറയുന്നു. ഓക്കെ, സെറ്റാക്കിയാൽ മതിയാവും. കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊക്കെ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഇതിട്ടാ ഓടിക്കുന്നത്. കാര്യം ഏതിട്ടാലും ഒരു സെക്കൻഡ് ഇട്ടാൽ പോലും നമുക്കിപ്പോ ഇതിൽ കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, എല്ലാരും പിന്നെ വേറെ ഏത് പാടും? ദിണ്ടിക്കല്ല് പാടും. ഓക്കെ, അപ്പൊ നങ്ങേലി ദിണ്ടിക്കല്ല് പാടാന്നാണ് പറഞ്ഞത്. ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നങ്ങേലി തുടങ്ങൂലേ? നങ്ങേലി കുട്ടിയുടെ ആന എവിടെ എന്ന് ചോദിക്കും. കണ്ടോ, എല്ലാരും ചോദിക്കും നങ്ങേലിക്കുട്ടിയുടെ ആന കൊണ്ടുപോയിട്ട് എന്തായിന്ന് പറഞ്ഞേ? ടീച്ചർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ സ്കിറ്റ് നടന്നില്ല. സ്കിറ്റ് മൺഡേ ആണ് അല്ലേ? നമ്മുടെ സ്കിറ്റ് മൺഡേ നടക്കത്തുള്ളൂ. ഓക്കെ,
അമ്മയുടെ ഇഷ്ടം എന്ന് വീണ്ടും. ഓക്കെ, അപ്പൊ ഡിണ്ടിക്കല്ല് പോരട്ടെ. ഡണ്ടനക്കര 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 ഡണ്ടനക്ക ഡണ്ടനക്കര 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 திண்டுக்கல்லு திண்டுக்கல்லு மதுரை ஜில்லா எனக்கு என்கிட்டதான் கொஞ்சம் பேச கொஞ்ச நேரம் ஒதுங்கு நாமே கல்லு ஆட்டுக்கல்லு ஆத்தோரும் பட்டிக்கல்லு ஐயா பாரு துவச்சு பாரு அசையாத கறிക്കല്ല്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും നങ്ങേലിക്കുട്ടി, നങ്ങേലി ഉഡായിപ്പിന്റെ ഉസ്താദാണോ നങ്ങേലി എന്ന് ചോദിക്കുന്നു നികേഷ് ആർ കിച്ചു. അല്ല നമുക്ക് പാട്ട് അറിയാത്തോണ്ടാട്ടോ. നങ്ങേലിക്കുട്ടി ഉണ്ണിച്ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടിയേന്ന് വേഗം പൊന്നെ എന്ന് പറയുന്നു ബിന്ദു ആന്റി. ഓക്കെ ബിന്ദു ആന്റി, അവന് വേണ്ടിയിട്ട് നമ്മൾ പാടുന്ന എല്ലാ പാട്ടുകളും അവൻ കേട്ടോണ്ടിരിക്കുകയാണ്. അവന് വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പാടുന്നത് കേട്ടോ. നമുക്കറിയാലോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അവസാനം വരെ അവൻ എപ്പോഴും ഉണ്ടാവും, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല. അപ്പോ ഉണ്ണി ഒരു അസാധ്യ പാട്ടുകാരനാണ്. അവന്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമുക്കിങ്ങനെ എന്താ ഹൃദയത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ് പാട്ടുകൾ അവ എപ്പോഴും പാടാറില്ല, എപ്പോഴും ചിരിച്ച മുഖമായിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഞാൻ എപ്പോഴും ഉണ്ണി നമ്മുടെ കൂടെ ഉണ്ട്. സൗണ്ട് എഞ്ചിനീയർക്കും ഒരു പാട്ട് പാടാം. സൗണ്ട് എഞ്ചിനീയർ ഒരു പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ ഓടും ഗൈസ്. സൗണ്ട് എഞ്ചിനീയറുടെ കഥയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിരിച്ച് ചാവും ഗൈസ്. കാരണം വാട്സാപ്പിൽ ഇന്ന് വരെ വോയിസ് നോട്ട് അയക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുരാവസ്തുവായിട്ട് കൊണ്ടുവയ്ക്കാം എന്റെ ഭർത്താവിന്. ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഇത്രയും ടൈപ്പ് ചെയ്ത് അയക്കുന്ന, എന്തിനാണ് വോയിസ് നോട്ട് അയച്ചുകൂടെ ചോദിക്കുമ്പോൾ തിരികെ മറുപടി പറഞ്ഞത് എന്റെ വോയിസ് കൊള്ളത്തില്ല, അപ്പൊ ഞാൻ അയച്ച ബേസ് കൂടിയ വോയിസ് ആണ്, അപ്പൊ ഞാൻ അയച്ച ശരിയാവത്തില്ല. ഇങ്ങനെ പറയുന്ന മനുഷ്യൻ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആന അടിപൊളിയായിരുന്നു ദിനു PV കണ്ണൻ. ഓക്കെ, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ചേട്ടായി. ഓക്കെ, ചക്കരെ നങ്ങേലി പാട് നികേഷ് ചേട്ടൻ. എല്ലാരും നിന്നെ കൊഞ്ച് ചോദിക്കുകയാണ്, കെഞ്ചാണ് എല്ലാരും പാട്ട് പാടൂന്ന്. അഞ്ജന ഓക്കെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ശൈല അനിൽകുമാർ സൂപ്പർ എന്ന് പറഞ്ഞു, താങ്ക് യു. സുധർമ്മ തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആദിവാസി പാട്ടുകളൊക്കെ എള്ളുള്ളേരിയൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുന്നത്. അപ്പൊ നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ലല്ലേലേ നങ്ങേലി എനിക്ക് കോറസ് പാടത്തില്ല, ഇതിന്റെ മെയിൻ മാത്രമേ ഞാൻ പാടൂ. അപ്പൊ നങ്ങേലി ഇന്ന് ഉടായിപ്പല്ലാന്ന് തെളിയിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ബാ. ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ ലല്ലേ ലേ ലല്ലി ലേ ലോ ലല്ലി ലേ ലോ മലയാടി വാരാത്തി മൊടാത്തി മണ്ണെടുപ്പം പോഞ്ചാളു മലയാടി വാരാത്തി മൊടാത്തി മണ്ണെടുപ്പം പോഞ്ചാളു മാനു പീലു മയക്കന മാടത്ത കുയിലന പുള്ളച്ചിന മീനറിന്തോ മാനു പീലു മയക്കിന മാടത്ത കുയിലന പുള്ളച്ചിന മീനറിന്തോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ കീരു കീരു കിണ്ടാന്തേ കിണ്ടാ കീരി പോലെ കുണ്ടുമ്മേ കുണ്ടുപാടിയേ കീരു കീരു കിണ്ടാന്തേ കിണ്ടാ കീരി പോലെ കുണ്ടുമ്മേ കുണ്ടുപാടിയേ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ പറേ പറേ പറച്ചേലെ പാറേലെ കുയലന് കോര കെട്ടി കൊടുത്തവളെ പറേ പറേ പറച്ചേലെ പാറേലെ കുയലന് കോര കെട്ടി കൊടുത്തവളെ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേ ലോ ലല്ലി ലേ ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തെളിയിച്ചു. വേറെ ആരാ അയച്ചിരിക്കുന്നേ? ഞാനും വോയിസ് അധികം അയക്കാറില്ല, മടിയാണെന്നാണ് ദിനുചേട്ടൻ പറയുന്നത്. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളെല്ലാം ഒരു ഗണത്തിൽപ്പെടുന്ന ജന്തുക്കളാണെന്ന് വേണം പറയാൻ.
ബിജു കെ ലവ് ഒക്കെ അയക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടുവാണ് ഇതിന് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു. ആരെങ്കിലും വോയിസ് ഇട്ടാൽ അതിന്റെ മറുപടി ഞാൻ എഴുതിയാണ് അയക്കുന്നത്. സെയിം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നങ്ങേലി പൊളിച്ചു, അടിപൊളി, സൂപ്പർ എന്ന് ഹരിദാസ് ഏട്ടൻ. പിന്നെ അല്ല, ഹരിദാസ് ഏട്ടാ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ ഒക്കെ അയച്ച് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ സ്റ്റാർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കുക, സ്റ്റിക്കർ അല്ല അയക്കേണ്ടത്. ഓക്കെ. അതുപോലെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ FBയുടെ ഇൻബോക്സിലോ വന്ന് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പരസ്യം ഞങ്ങൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒപ്പം കൊടുക്കുന്നതായിരിക്കും. ബാക്കി പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്. ഓക്കെ. സുധർമ്മ ദേവ ഓക്കെ, ഹലോ എന്ന് പറയുന്നുണ്ട്. ഹലോ സുധർമ്മ ചേച്ചി, ഒരുപാട് സന്തോഷം. ലൈവിലേക്ക് സ്വാഗതം. ശൈല അനിൽകുമാർ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അവിടെ. ഓക്കെ. ദിനു PV കണ്ണൻ അതെ എന്ന് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്കുള്ളത് ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. കുറച്ചും കൂടെ ഒന്ന് പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ലൈവ് നിന്ന് ആരും ഓടിപ്പോവണ്ട. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ലൈവ് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഓക്കെ. സോ ഇനി നമുക്ക് ഏത് പാട്ട് വേണം? ഏത് പാട്ട്? അമ്മ ആലോചിക്കുന്നാണ് പറയുന്നത്. അമ്മ ആലോചിച്ചിട്ട് പറയണം എന്നാണ് നങ്ങേലിയുടെ ഒരു അഭിപ്രായം. ഓക്കെ. ഓക്കെ. ഏത് പാട്ട് വേണം? ഏത് പാട്ട് പറയൂ. എന്നാലുമേ പാടിയാലോ? എന്നാലുമേ എന്റെ നാത്തൂന്മാരെ. ഓക്കെ, പാടാം. ഓക്കെ. അപ്പൊ നങ്ങേലിക്ക് ആ പാട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ. ട്രൈബൽ സോങ് കിടുക്കി എന്ന് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. നല്ല കാര്യം, അത് പോയി എടുത്തോ. രമേശ് NV ലവ് ഒക്കെ ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. സുധർമ്മ ശേഷി യെസ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ശരി, അപ്പൊ നമ്മളെങ്കിൽ എന്നാലുമേ എന്നുള്ള പാട്ട് പാടാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇത് എന്റെ നാത്തൂനെ ഒന്നും കരുതിയിട്ടല്ല, കാരണം എനിക്ക് നാത്തൂൻ ഇല്ല, സ്വന്തമായിട്ട് നാത്തൂൻ ഇല്ല. പിന്നെ ബാക്കി കഥകളൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ. പള്ളിവാള് പാടാം. ചേട്ടായിട്ട് ഒരു റിക്വസ്റ്റ് പള്ളിവാള് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഉണ്ണിക്കുട്ടനും കൂടെ വേണ്ടിയിട്ട് പള്ളിവാള് ഞാൻ പാടും. അപ്പൊ ഇപ്പൊ ഈ പാട്ട് എന്നാലുമേ എന്റെ നാത്തൂന്മാരെ എന്നുള്ളത് നമുക്ക് വേണ്ടി പാടുന്നു. ഓക്കെ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറ. സെറ്റ് എന്നുള്ള മൈക്ക് കേട്ടില്ല. സെറ്റ്. ഇതുപോലെ അടുത്ത് വെച്ച് പറയണം, പാടണം മൈക്ക്. എങ്ങനെ? സെറ്റ്. ഇങ്ങനെ അടുത്ത് വെക്കണം. ഇനി മയക്ക് മാറിയാൽ എന്ത് കിട്ടും? അടി കിട്ടും. അടിക്കൂല, ഇതെല്ലാം തീർന്നിട്ടേ തരുള്ളൂ. ഓക്കെ അല്ലേ? സന്തോഷമായി ഗൈസ്. ഓക്കെ. മൈക്ക് പിടിച്ചു തരണോ? പിടിച്ചു തരാം. ഓക്കെ. എന്നാലുമേ എന്റെ നാത്തൂന്മാരെ നിങ്ങളുടെ പൊന്നാങ്ങളൈക്കെന്നെ വേണ്ട പോലും. എന്നാലുമേ എന്റെ നാത്തൂന്മാരെ നിങ്ങളുടെ പൊന്നാങ്ങളൈക്കെന്നെ വേണ്ട പോലും. വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നേതല്ലാതെ കൊണ്ടെന്റെ വീട്ടിലാക്കൂ. തന്നാനെ നാനെ നാനെ താനേ, തന്നാനെ നാനെ നാനെ താനേ, തന്നാനെ നാനെ നാനെ താനേ, തന്നാനെ നാനെ നാനെ താനേ. ഒരു തേങ്ങ എന്റെ അരയ്ക്കാൻ തന്ന ഞാൻ അരമുറി തേങ്ങ അരക്കത്തുള്ളേ. ഒരു തേങ്ങ എന്റെ അരയ്ക്കാൻ തന്ന ഞാൻ അരമുറി തേങ്ങ അരക്കത്തുള്ളേ. വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്റെ വീട്ടിലാക്കൂ. തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ. ഓക്കെ. അപ്പോ വേറെ ആരുടെയൊക്കെയോ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതും അമ്മയുടെ ഇഷ്ടം എന്ന് പറയുന്നു. സംഭവം അവൾക്ക് പാട്ടുകളുടെ വരികൾ അറിയില്ല, അപ്പൊ അതുകൊണ്ടാട്ടോ. നങ്ങുവിന്റെ ചേച്ചിക്ക് നങ്ങുവിന്റെ പാട്ട് ഇഷ്ടമായി എന്ന് പറയുന്നു. അക്കരത്തെ കുട്ടു ചേച്ചിയെ മെസ്സേജ് അയച്ചേക്കുന്നേ. താങ്ക് യു പറയൂ തൂത്ത് ചേച്ചി. ആർക്കാ താങ്ക് യു? അടുത്ത് വെച്ച് പറ. തൂത്ത് ചേച്ചിക്ക് താങ്ക് യു പറയൂ. നാണമാണ് ഗൈസ്, അങ്ങോട്ട് കൊച്ചിന് ഭയങ്കര നാണവാ. രമേശൻ NV എല്ലാവരും ലൈവ് കാണുന്നുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. അതും അമ്മയുടെ ഇഷ്ടം. അതെ, എല്ലാം അമ്മയുടെ ഇഷ്ടം. അപ്പൂപ്പനും അമ്മൂമ്മയുടെയും സോങ് പാടാവൂ ചേച്ചി. അപ്പൂപ്പനും അമ്മൂമ്മയുടെ സോങ് വേറെ ആരോ ഒരാളും വന്ന് എന്നോട് ചോദിച്ചായിരുന്നടാ. സത്യം പറഞ്ഞ 3-4 വർഷമായി ഞാൻ ആ പാട്ടൊക്കെ മറന്നുപോയി കേട്ടോ. അതാ വേറൊരു സംഭവം. ഓക്കെ, എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാട്ട്. അപ്പൊ പള്ളിവാള് പാടണം ചേട്ടായി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പള്ളിവാള് പാടാം. ഓക്കെ.
പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടേ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ചേനും മറന്നിടാം. മറന്നിടുക സ്ത്രീധനമുടലേ വേറെയുണ്ടേ. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ 7.5 വട്ടി വിത്തവിടെ കിടപ്പതുണ്ടേ. അങ്ങനെ ഓക്കെ പോരെ. ഇനി സുധർമ്മ സൂപ്പർ എന്ന് പറയുന്നത് ദിനു PV കണ്ണൻ. ശരിക്കും സ്കൂളിലെ പേരെന്താന്ന് നങ്ങേലിയോടാ ചോദിക്കുന്നത്. നങ്ങേലി പറയും മറുപടി. ശരിക്കും സ്കൂളിലെ പേര് എന്താണ്? നങ്ങേലി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന പേര്. പക്ഷെ നങ്ങേലിക്ക് ഒരു അടിപൊളി പേരുണ്ട് സ്കൂളിൽ വിളിക്കുന്ന പേര്. പറഞ്ഞു കൊടുക്ക്. അതിശയ. ഒരിക്കൽ കൂടി നല്ലോണം പറഞ്ഞു കൊടുക്ക്. അതിശയ. അതിശയ എന്നാണ് നങ്ങേലിയുടെ സ്കൂളിൽ വിളിക്കുന്ന പേര്. അനീഷിന്റെ ആയും തില്ലയുടെ തീയും വിജയുടെ ആയും എല്ലാം ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് അതിശയ എന്നുള്ള പേരിട്ടത്. കുഞ്ഞ് ജനിച്ചത് ഓഖി വന്ന അതേ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ആ ദിവസത്തിന്റെ ഒരു ഇതും വെച്ചിട്ട് ഒരു അതിശയമാണല്ലോ എന്ന് കരുതിയിട്ട് ഇത് ഞങ്ങൾ ഇട്ട പേരല്ല, ഏട്ടയുടെ അനിയൻ, ഞാൻ അനിയൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, അനിയൻ ചേട്ടൻ ഇട്ട പേരാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ പേര് വരുന്നത്. ഞങ്ങളുടെ മനസ്സിൽ സത്യം പറഞ്ഞ ആൺകുട്ടിക്കുള്ള പേര് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഒരു എന്താണ് വിത്തായിരിക്കും വരണമെന്നുള്ള ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത്തരം ട്രോഫിയാ വരാൻ പോണെന്ന് അറിയില്ലാത്തത് കൊണ്ടും സാധാരണ ഏട്ടയുടെ കുടുംബത്തിൽ ആൺപിള്ളേർ മാത്രമേ ജനിക്കാറുള്ളൂ. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കരുതി ആൺകുട്ടി ആയിരിക്കും എന്ന് കരുതിയിട്ട് ആൺകുട്ടികളുടെ പേര് മാത്രമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പേര് അനിയൻ ചേട്ടനാണ് ഇട്ടത്. ഓക്കെ, ഏനുണ്ടോടി അമ്പിളിച്ചന്തം. ഓക്കെ, പാടിത്തരാം കേട്ടോ. പൊളി സൂപ്പർ എന്ന് നികേഷ് ആർക്കിച്ച്, ഒരുപാട് സന്തോഷം. സൂപ്പർ അതിശയ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് ഇഷ്ടം എല്ലാരും നങ്ങേലി എന്ന് വിളിക്കുന്നതാണ്. അപ്പം നങ്ങേലി തന്നെ പോട്ടെ. ഓക്കെ, ദിനു PV കണ്ണൻ എന്ത് പറയുന്നു? നങ്ങേലി അതിശയ എന്ന് വിളിക്കണോ നങ്ങേലി എന്ന് വിളിക്കണോ? നങ്ങേലി എന്നാണ് എല്ലാരും വിളിക്കേണ്ടത്. കുഞ്ഞ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നങ്ങേലി തന്നെ എല്ലാരും വിളിക്കണം. ദിനുചേട്ടനൊക്കെ ഒരുപാട് സൂപ്പർ ലവ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാം നേടാം കൈ നിറയെ പണം എന്നുള്ളതാണ്. അപ്പൊ ഉടൻ പണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 4 ചോദ്യങ്ങൾ ഇതുവരെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദ്യം ഒന്നും മറന്നു പോയിട്ടില്ല. അപ്പൊ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും ഓടിപ്പോയാലോ എന്ന് കരുതിയിട്ടും കൂടെയാണ് ഞാൻ ചോദ്യം ചോദിക്കാത്തത് കേട്ടോ. അപ്പൊ ചോദ്യം ഉടനെ തന്നെ വരുന്നതായിരിക്കും. 1-2 വിശേഷങ്ങളും കൂടി നമുക്ക് പങ്കുവെച്ചിട്ട് ചോദ്യങ്ങൾ പോവാം. ആ ട്രോഫി സൂപ്പർ മുത്ത് എന്ന് പറയുന്ന നികേഷ് ആർക്കിച്ചു പിന്നല്ല അല്ലെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. അവൾ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, എനിക്കിഷ്ടം പെൺകുട്ടികളാണ്. ഒരുക്കിക്കൊണ്ടൊക്കെ നടക്കാനൊക്കെ പെൺകുട്ടിയാണ് എപ്പോഴും. പെൺപിള്ളേരെ നമുക്ക് ഒരുക്കിയൊക്കെ കൊണ്ട് നടക്കാലോ അല്ലെ നങ്ങിയില്ലേ. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ നമുക്ക് ഇടാം. അപ്പൊ അതൊക്കെ ഞങ്ങളിപ്പം ആഗ്രഹം ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ കുട്ടി ഒരു നല്ല കുട്ടി ആയതുകൊണ്ട് കണ്ണെഴുതാനിരിക്കില്ല, പിന്നെ പൊട്ട് തൊടാൻ സമ്മതിക്കില്ല, ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കില്ല. ഒരു കുട്ടി നിക്കറും ഒരു ടീഷർട്ടും ഉണ്ടെങ്കിൽ എന്റെ കൊച്ച് ഹാപ്പിയാണ്. അപ്പൊ അടിച്ചു പിടിപ്പിച്ചിട്ടാണ് മുടി വളർത്തുന്നത്, ഇത്തരം ഡ്രസ്സുകൾ ഇടിയിപ്പിക്കുന്നത്, ഫ്രോക്ക് ഇടുന്നത്. ഒരു കണ്ണെഴുതിയാൽ രണ്ടാമത്തെ കണ്ണെഴുതാൻ പിന്നെ ഞാൻ വീടിനെ ചുറ്റും പോകണ്ട. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും നല്ല ഉപദേശങ്ങൾ ഞങ്ങൾ ഈ കുട്ടികൾ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അമ്മ കള്ളമാണോ പറഞ്ഞത്? പറയേ, ഞാൻ കള്ളമാണോ പറഞ്ഞേ? ഒരു കാര്യം മാത്രം കള്ളമുള്ളൂ. ഞാൻ ഒരു കാര്യം കള്ളമാണ് പറഞ്ഞത്. എന്താണ് കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി വെട്ടരുത്, അമ്മയല്ലേ വെട്ടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി വെട്ടരുത്, അമ്മയല്ലേ വെട്ടുന്നത്. എന്റെ കൊച്ചിന്റെ വേറൊരു സ്വഭാവം കൂടെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കൂടെ കൊച്ചിന് സ്വഭാവം മാറും ഇല്ലേ. ഒരു പ്രാവശ്യം പറയും എനിക്ക് മുടി വെട്ടണം. ആ മുടി വെട്ടണം എന്ന് പറയുന്നതിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്യണത് എന്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറയും അമ്മ മുടി വെട്ടാൻ പോവാം. ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പറയും ഇനി എനിക്ക് മുടി വെട്ടണ്ട എന്ന് പറയുന്ന നല്ല കുട്ടിയാണ് എന്റെ മകൾ. ഓക്കെ, അരുൺ അശോക് ഹായ് പറയുന്നുണ്ട്. ഹായ്, നമ്മുടെ നാട്ടുകാരനാണ്. ലിപ്സ്റ്റിക് ഒന്നും ഇടല്ലേ മോളേന്ന് നികേഷ് ആർക്കിച്ചു. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ ഇടാൻ ചേട്ടാ. പിന്നെ ഞങ്ങൾ ഇടുന്നത് ഞാൻ ലോക്കലായിട്ടുള്ള സാധനം ഒന്നും കൊടുക്കില്ല, നല്ല റേറ്റ് ഉള്ള സാധനമാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടാലൊന്നും എങ്ങും പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് അവർക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തേച്ചരച്ച് കളഞ്ഞാലേ പോകത്തുള്ളൂ. ഓക്കെ, കുഞ്ഞുമോൾ നാടൻ കുട്ടി എന്ന് പറയുന്നുണ്ട്. അവളുടെ ഇൻസ്റ്റഗ്രാം ID എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നാടനും മോഡേണും ഒക്കെയാണ്. അവൾ അധികം നാടൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അതൊക്കെയാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഓക്കെ, നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ അല്ലെ. അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. അതനുസരിച്ചിട്ട് വേണം അവരും വളരാൻ. പണ്ടാണ് നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നടക്കുന്നത്. ഇപ്പൊ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ഡ്രസ്സ് എടുക്കുന്നത്, അവരുടെ ഇഷ്ടത്തിനാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടികൾ വളരട്ടെ, തെറ്റുകൾ കണ്ടാൽ എതിർക്കാൻ പഠിക്കട്ടെ, നമ്മളോട് നല്ല സൗഹൃദങ്ങൾ കൊണ്ടുപോകട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അവള് സ്കൂളിൽ പോയാൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എന്റെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ. ഞാൻ കേൾക്കാത്തൊരു കുറ്റം മാത്രമേ എന്റെ കുഞ്ഞിനുള്ളൂ. ഓക്കെ, അമ്മ വാങ്ങിക്കും കേട്ടാ ഇങ്ങനെ പറഞ്ഞാലെന്ന്. പിന്നെ
പിന്നെ നങ്ങേലിയെ സംബന്ധിച്ച് നങ്ങേലി ചേട്ടായിയുടെ തനി പകർപ്പാണ്. കറക്റ്റ് ട്രിവാൻഡ്രം സ്ലാങ് ആണ്, അതേ വരത്തുള്ളൂ എന്റെ കൊച്ചിന്. പിന്നെ ചേട്ടായി എങ്ങനെയാണോ സംസാരിക്കുന്നത് സെയിം അതുപോലെയാണ് നങ്ങേലി സംസാരിക്കുന്നത്. അത് മാറ്റിയെടുക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാര്യം നമ്മളെല്ലാം തിരുവനന്തപുരംകാരാണല്ലോ. പിന്നെ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് അവൾ സംസാരിക്കട്ടെ എന്നുള്ളതാണ് ഞാനും ചിന്തിക്കുന്നത്. അവള് പൊളിയാ, സൂപ്പർ മോളു എന്ന് പറയുന്നു നികേഷ് ആർ കിച്ചു. താങ്ക് യു പറയൂ എല്ലാവർക്കും. ഇത് ഞാൻ പറഞ്ഞാണോ പറയിപ്പിക്കേണ്ടേ? താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ബാലൻസ് ഉണ്ട്. എനിക്കറിയാം ഈ നിൽക്കുന്ന എല്ലാവരും എന്റെ ബ്ലാ 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 കേൾക്കാൻ വേണ്ടി മാത്രമല്ല നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ കമന്റുകൾ കൂടി എല്ലാവരും ഇടുക. ഓക്കെ, മാക്സിമം കമന്റുകൾ കൂടി ഇടുക. അപ്പൊ ഞാൻ നിങ്ങളെ ഇനി വെറുപ്പിക്കുന്നില്ല, നമുക്കൊരു 10:30 വരെ പോവാം എന്നുള്ളതാണ്. ഞാൻ ഹരിദാസ് ഏട്ടന്റെ ഒരു അഭിപ്രായം മാനിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കുറച്ചും കൂടെ നേരത്തേക്കും കൂടെ നീട്ടിയത്. ഓക്കെ, ഇപ്പൊ ബിനു ചേച്ചി, ഹരിദാസ് ഏട്ടന്റെ വൈഫ് ബിനു ചേച്ചി ഒക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുധർമ്മ ചേച്ചി പറയുന്ന സൂപ്പർ മോളു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ചേച്ചി, ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് എത്തിയതിനും അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സോ അതിനു മുമ്പ് വേറെ ഒരു പാട്ടും കൂടെ നങ്ങേലി പാടുവോ? ഏത് പാട്ടാ പാടാൻ പോന്നേ? വീണ്ടും കണ്ട അമ്മയ്ക്കിഷ്ടം, അമ്മയുടെ ഇഷ്ടം ഇങ്ങനെ പറയും, എനിക്കറിയാം. ഇത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ പറഞ്ഞ. ഹരിദാസ് ചേട്ടൻ ദേ ലവ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ അഭിപ്രായം മാനിച്ചിട്ട് ഞാൻ 1.5 മണിക്കൂർ ലൈവ് നീട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാനത് 1.5 മണിക്കൂർ പാട്ടൊക്കെ പാടിയിട്ട് സമാധാനമായിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ നമുക്കെങ്കിൽ ആടുപാമ്പേ പാടിയാലോ? ആടുപാമ്പേ ആടാടുപാമ്പേ. അയ്യ, അതെനിക്ക് ഇഷ്ടമല്ലെന്ന്. എനിക്ക് ആ പാട്ട് വേണ്ട, ക്യാൻസൽ ഗൈസ്. ആ പാട്ട് ക്യാൻസൽ ചെയ്തു. അത് ഡൗട്ടും ഉണ്ട് കുഞ്ഞിന്. പിന്നെ ഏത് പാട്ടാ കുഞ്ഞിന് അറിയുന്നേ? അമ്മയ്ക്കിഷ്ടം. ഇത് ഈ കൊച്ചു വെറുതെ പറയുന്നതാ. കൊച്ചു പറയുന്ന കേട്ടോ, അമ്മ പാട്ട് ടീമിലൊന്നും പോവാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാട്ടൊക്കെ മറന്നേ, ഇല്ലെങ്കിൽ അമ്മ എപ്പോഴും ഇവിടെ പ്രാക്ടീസ് ചെയ്യും, അത് ഞാൻ കേൾക്കും എന്നുള്ളതാണ് അവള് പറയുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞ എന്താ ലൈവിൽ വന്ന കമന്റ്? അമ്മയുടെ ഇഷ്ടം ഇച്ചിരി നാണക്കാരിയാണോ എന്ന് കുഞ്ഞുമോൾ ചോദിക്കുന്നു. നാണക്കാരിയാണോ നീ? അതെ എന്ന് പറയുന്നു. അത്ര നാണോന്നില്ല ഗൈസ്, വീട്ടിൽ വന്ന് നോക്കണം നിങ്ങൾ, അപ്പം മനസ്സിലാവും അവളുടെ നാണമൊക്കെ. അമ്മയ്ക്കും മോൾക്കും എല്ലാ നന്മകളും നേരുന്നു എന്ന് നികേഷ് ആർ കിച്ചു. ഒരുപാട് സന്തോഷം. ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി കൂടി പറയാണ് കേട്ടോ. അപ്പൊ ഒരു പാട്ടും കൂടെ പാടിക്കൊടുക്കണം നമുക്ക് എന്തായാലും. അമ്മയ്ക്കിഷ്ടം നിന്നെ കാണാൻ പാടാം, നങ്ങേലിയുടെ പാട്ട്. ഓക്കെ, ഞാൻ പാടാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേൽ തോടയില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കാണാൻ ഇന്നുവരെ വന്നില്ലാരും. ഓക്കെ, അപ്പോ ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഹരിദാസ് ഏട്ടൻ, ഇന്ന് 3 ഐഡിയിൽ നിന്നാണ് ഞങ്ങൾ കളിച്ചിട്ടുള്ളത് മോളെ. അതുല്യം കൂടി കളിച്ചു, തൊടുകാപ്പ് എക്കോ ടൂറിസം എന്നുള്ള ഐഡി കൂടി കളിച്ചു. യെസ്, ഞാൻ കണ്ടു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി അങ്ങോട്ട് തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സുധർമ്മ ചേച്ചി പറയുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ലൈവ് ഇതുപോലെ സ്പോൺസർ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി ഞാൻ വെയിറ്റിംഗ് തരുന്നില്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന് പറയുന്നു. ആണോ ഏട്ടായി? അയ്യോ, അതെപ്പോഴാ? കലാഭവൻ നവാസ്, അതെ അദ്ദേഹം അന്തരിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അയ്യോ, നല്ലൊരു നടനായിരുന്നു കേട്ടോ. 51 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് അന്തരിച്ചത് കേട്ടോ. 4 മിനിറ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ, അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങളും ഒപ്പം ചേരുന്നു. ആ ഒരു ദുഃഖം താങ്ങാനുള്ള ശക്തി ആ ഒരു കുടുംബത്തിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും ഇപ്രാവശ്യം അല്ലേ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. നേരത്തെ കൂട്ടി എല്ലാവരും ഒക്കെ അങ്ങ് പോവുകയാണ്, നല്ല നല്ല ആൾക്കാർ. എന്താ ഇത് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഞെട്ടലാണല്ലേ. ഉപ്പുമുളകിലെ അപ്പൂപ്പൻ ഇന്നലെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഇന്നിപ്പോ ഞങ്ങളുടെ RRV സ്കൂളിലെ
ആദ്യത്തെ പ്രിൻസിപ്പാൾ, അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. അപ്പോൾ ഒത്തിരി പേര്, നമുക്കറിയാം നമ്മുടെ ഹിന്ദുക്കൾ എപ്പോഴും കർക്കിടകം എന്ന് പറയുമ്പോൾ ദുർഘടമായിട്ടുള്ള ഒരു മാസം, മരണങ്ങൾ കേൾക്കുന്ന മാസം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആർക്കും അധികം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മാക്സിമം ടൈം നമ്മുടെ ഒപ്പം തന്നെ നിർത്തട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊക്കെ കാണിച്ച്, ശത്രുത കാണിച്ച്, ദേഷ്യം കാണിച്ച്, ഒരാളുടെ കുടുംബം തമ്മിലടിക്കുന്നു, അല്ലെങ്കിൽ കുടുംബം കലക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലേ. കുട്ടികളെ കൊല്ലുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഇല്ലാണ്ടിരിക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് ദൈവം വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചാൽ തീരാവുന്നേ. അപ്പോൾ നടൻ കലാഭവൻ നവാസ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങളുടെ പേജും ഞങ്ങളും ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാരും മൊബൈലൊക്കെ എടുത്ത് സെറ്റായിട്ടിരുന്നോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്, മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ്? മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗം പോരട്ടെ. മലയാള സിനിമയിലെ ആദ്യ നായിക. ഓക്കെ, എല്ലാരും മൊബൈലൊക്കെ എടുത്ത് സെറ്റായിട്ടിരുന്നോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്, മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ്? മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ എല്ലാവരും കേട്ടോളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ്? ആദ്യം ഉത്തരം അയക്കുന്ന ആൾക്കാർക്ക് സമ്മാനം കിട്ടുക, ഇല്ലെങ്കിൽ അത് നമ്മളായിരിക്കും കൊണ്ടുപോകുന്നത്. 99 47 89 0378 എന്നുള്ള നമ്പറിലേക്കാണ് അയക്കേണ്ടത്. വേഗം 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 ഉത്തരം അയച്ചോളൂ. വേഗം വേഗം ഉത്തരം അയച്ചോളൂ. കുറച്ച് ഉത്തരങ്ങൾ വരുന്നുണ്ട്. അയക്കുന്ന ഉത്തരങ്ങളൊക്കെ തെറ്റാണ്. മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് സിനിമകളൊക്കെ കണ്ടുവച്ചിട്ട് അതൊക്കെ വെച്ചാണ് പറയുന്നതെങ്കിൽ തെറ്റാണ്. കറക്റ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ആലോചിച്ച് നോക്കൂ. എല്ലാരും PK റോസി എന്നാണ് അയക്കുന്നത്. PK റോസി അല്ല. ഓക്കെ, അത് ഞാൻ പറയാം. PK റോസി അല്ല ഉത്തരം. ഓക്കെ, മലയാള സിനിമയിലെ ആദ്യ നായിക ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മലയാള സിനിമയിലെ ആദ്യ നായിക. ഞാൻ ആദ്യ ശബ്ദചിത്രമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണെന്ന് നോക്കുക, അതിനകത്ത് നായിക ആരാണെന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, മലയാള സിനിമയിലെ ആദ്യ നായികയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ ആദ്യ നായിക. പണം സ്പോൺസർഡ് ബൈ സ്റ്റാർ വിന്നർ രാജമ്മ എന്ന് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അതല്ല ഉത്തരം, അതുമല്ല ഉത്തരം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക. മലയാള സിനിമയിലെ ആദ്യ നായിക, അത് ശബ്ദചിത്രമോ ശബ്ദമില്ലാത്ത ചിത്രമോ എന്ത് വേണോ ആവാം, അതിലെ നായിക ആരാണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം 10:24 ആയിട്ടുണ്ട്. 10:25 വരെ ഞാൻ നോക്കും. ഉത്തരം ആരും അയച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. സോ വേഗം വേഗം പോരട്ടെ. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, ശബ്ദമുള്ള ചിത്രമെന്നോ ശബ്ദമില്ലാത്ത ചിത്രമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മലയാള സിനിമയിലെ ആദ്യ നായിക ആര് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇൻട്രൊഡ്യൂസിംഗ് ദി ലൈവ് ഗെയിം ഷോ പറയാം നേടാം കൈ നിറയെ പണം, സ്പോൺസർഡ് ബൈ സ്റ്റാർ വിന്നർ വേഗം പോരട്ടെ ഉത്തരങ്ങള്. സാന്ത്വനം നഴ്സിംഗ് ആൻഡ് സർവീസിംഗ് നിയർ സബ് രജിസ്ട്രാർ ഓഫീസ് കൊട്ടിയം ആൻഡ് ലീബൻ ഫാമിലി സലൂൺ ഓപ്പോസിറ്റ് പ്രൈവറ്റ് PK റോസി അല്ല. PK റോസി എന്ന് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. PK റോസി അല്ല. ഉർവശി എന്നൊക്കെ അയച്ചിട്ടുണ്ട്. അല്ല. എല്ലാരും ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാള്. ഓക്കെ, നിങ്ങളിപ്പോ നോക്കുന്നത് വിഗതകുമാരൻ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് അതുള്ളത്. ഓക്കെ, ഫസ്റ്റ് മലയാള ഫിലിം ഏതെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. PK റോസിയിൽ ആരെങ്കിലും ആ ചിത്രം ഏതാണെന്നെങ്കിലും അയച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടും കിട്ടും. റോസി എന്നൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു ക്ലൂ കൂടി തരാം.
ബാലൻ എന്ന ചിത്രത്തിലതാണ്. ഓക്കെ, ബാലൻ എന്ന ചിത്രത്തിലെ നായികയാണ്. ഇനിയെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബാലൻ എന്ന ചിത്രത്തിലെയാണ്. ഒരു പഴയ പേരാ, അതാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ ഗൂഗിളിൽ ഒന്നും തപ്പിയാ കിട്ടില്ല. ഓക്കെ, ശരി. നിങ്ങളെങ്കിലും കാര്യം ചെയ്യൂ. ഇതില് ഗൂഗിളിൽ കാണിക്കുന്നത് ഞാൻ എടുത്ത ഉത്തരം രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് PK റോസി എന്ന് അയച്ചതിനെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഞാൻ എടുത്ത ഉത്തരം ബാലൻ എന്ന ചിത്രത്തിലെ കമലം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് 1900 ഒരു സെക്കൻഡ് 1938 ഇറങ്ങിയ ചിത്രമായിരുന്നു. ഇത് 1928 ഇറങ്ങിയ ചിത്രമാണ്. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം PK റോസി എന്ന് അയച്ച ആളിനെ ഞാൻ നോക്കുകയാണ് ആരാണ് അയച്ചെന്നുള്ളത്. ഓക്കെ, അയച്ചിരിക്കുന്നത് ഉണ്ണി വാസ്കോ 2018. അതാരാ ചേട്ടായി സേവ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ. ഓക്കെ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറഞ്ഞിട്ട് ഞാൻ PK റോസി എന്നുള്ളത് അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഷീല എന്നൊക്കെ ആരും അയച്ചേക്കുന്നു. ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ ചേട്ടാ. ഇതാരാണ്? MK കമലം എന്ന് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. K റോസി, MK കമലം. ഓക്കെ, ഒരുപാട് പേര് ഇപ്പോഴാണ് അയച്ചത്. ഓക്കെ, അത് പോട്ടെ. നമുക്ക് PK റോസി എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. MK കമലം എന്നുള്ളതായിരുന്നു ഉത്തരം വരേണ്ടത്. സോ നമുക്ക് GP നമ്പർ ഉണ്ണിച്ചേട്ടനാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടാ, GP നമ്പർ ഒന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, ഇനി ഉത്തരം അയക്കണ്ട കേട്ടോ. നമുക്ക് ഓൾറെഡി വിന്നറിനെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, വിന്നറിനെ കിട്ടിക്കഴിഞ്ഞു. രാജമ്മ എന്നൊക്കെ അയക്കുന്നു. രാജമ്മയൊന്നും അല്ല കേട്ടോ, വിജയ നിർമ്മല സോറി, ഞാൻ നിർമ്മല വിജയ നിർമ്മല അതൊക്കെ അയക്കുന്നുണ്ട്. അല്ല കേട്ടോ, അല്ല, അതൊന്നും അല്ല ഉത്തരങ്ങൾ. രാജമ്മ ഓക്കെ, അതൊന്നും അല്ല. ചേട്ട ഉത്തരം അയച്ചിട്ട് ഏതോ നാട്ടിൽ ഓടിപ്പോയി മാൻ. പുള്ളി എബ്രോഡ് ആണ് എന്ന് പറയുന്നു. ഈശ്വര, ലൈവിൽ ഉണ്ടെങ്കിൽ ഓടിവായോ. ലൈവിൽ എന്തായാലും ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഉണ്ണിച്ചേട്ടനെ. കോൾ ഡിക്ലൈൻഡ് എന്ന് പറയുന്നു. ഗൂഗിൾ പേ നമ്പർ ഒന്ന് അയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞങ്ങൾ ക്യാഷ് ഇട്ടുതരാം. എന്തായാലും ആ നമ്പർ, ചേട്ടന്റെ നമ്പർ ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലേ? ഗൂഗിൾ പേ ഇല്ലാത്ത ആളാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഗൂഗിൾ പേ ഉണ്ടാവുമായിരിക്കുമല്ലോ. പേരറിയില്ല, അതാ നമുക്ക് വേറെ സംഭവം. പുള്ളിക്കാരൻ ഉത്തരം അയച്ചിട്ട് എവിടെയോ പോയി ഗൈസ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരു അനക്കവുമില്ല, ആവിയുമില്ല. എത്രയും വേഗം എത്തിയാൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആളിനെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടാമത്തെ ആളിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ആ ചേട്ടൻ വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയൂ. പുള്ളിക്കാരൻ ഗൾഫിലാണെന്ന് പറയുന്നത്. സോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ലൈവിലെ ബാക്കി കമന്റുകൾ വായിക്കട്ടെ. എന്തായാലും ആ ഒരു മരണം നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയ ഒരു കാര്യമാണ്. എത്ര മണിക്കാ അയച്ചത് എന്ന് ചോദിക്കുന്നു നികേഷ് ആർ കിച്ചു. അയ്യോ, സമയം നോക്കി പറയാൻ പറ്റുമോ? 10:25 എന്ന് ഞാൻ പറയുന്നതിന് മുന്നെയാണ് അയച്ചത്. ഓക്കെ, ആദരാഞ്ജലികൾ ഒരുപാട് പേര് അയക്കുന്നുണ്ട്. PK റോസി, MK കമലം എന്നൊക്കെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഉത്തരം MK കമലം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 1928. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഒരു തവണയും കൂടെ നോക്കിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ചേട്ടായി.
ഓക്കെ, ഒരു തവണ കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആരാ രണ്ടാമത്തെ ആളെന്ന് ചോദിക്കുന്നില്ല, ആളിനെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 1928 വിഗതകുമാരനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. PK റോസി ആയിരുന്നു ഉത്തരം. അത് അയച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്. സോ ഉണ്ണിച്ചേട്ടന് ദേ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാണ്. എന്താണ് നങ്ങയിലിയുടെ സ്ഥിരം പരിപാടി തുടങ്ങി. നങ്ങയിലേക്ക് വെള്ളം ദാഹിക്കുന്നു, ടൈം കഴിഞ്ഞു എന്നൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഉത്തരം റോസി തന്നെ എന്ന് പറയുന്നത്. അതെ, ഉത്തരം റോസിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും PK റോസി എന്ന് ഉത്തരം അയച്ച എല്ലാവരുടെയും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ 500 രൂപ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. 500 രൂപ വീണ്ടും വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇനി ഞായറാഴ്ചയാണ് നമുക്ക് ലൈവ് ഉള്ളത്. 8 മണി മുതൽ 9 മണി വരെയാണ്. ലൈവിൽ ഒരു മിടുക്കി പാട്ടുകാരി കുട്ടിയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു നാടൻ പാട്ട് കലാകാരിയാണ്. സോ നിങ്ങളുടെ നാടൻ പാട്ട് ലിസ്റ്റുകളൊക്കെ, ഞാൻ പാടിത്തരാത്ത എല്ലാ പാട്ടുകളും നിങ്ങൾ എഴുതി വെച്ച് ചോദിച്ചോളൂ. പുള്ളിക്കാരത്തി പാടിത്തരും. ഒരു കിടിലൻ സിംഗറാണ്. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരത്തി ഡ്രംസ് ഒക്കെ പ്ലേ ചെയ്യുന്ന ആളാണ്. സോ ഒരു സകലകലാ വല്ലഭയായിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ സൺഡേസ് FB ലൈവ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇത്രയും നേരം നമ്മുടെ ലൈവിൽ നിന്നതിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. ഗൂഗിൾ പേ അയച്ചത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. നമുക്കിപ്പം അയക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അയച്ചിട്ട് നമ്മൾ എന്തായാലും അതിന്റെ ഒരു തെളിവും കൂടെ പ്രൂഫും കൂടെ നിങ്ങളെ കാണിച്ചതിന് ശേഷമേ നമ്മൾ ലൈവ് നിന്ന് പോകത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ലൈവ് എങ്ങനെയുണ്ടായിരുന്നു, ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്ന് ഓടിപ്പോവും. ഓക്കെ, എങ്ങനെയാണ് ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ തന്നെ എഴുതി അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിരിക്കും. നമ്മുടെ ഹരിദാസ് ഏട്ടൻ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിച്ചിട്ടാണ് നമ്മൾ 1.5 മണിക്കൂർ ലൈവ് നീട്ടിയത്. 1.5 എന്നുള്ളത് 1.5 മണിക്കൂറിലധികമായി. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് നൽകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജഷൻസ് പറയാം. ഉറപ്പായിട്ടും നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ലൈവിനെ എത്തിക്കുക. ചിലർക്ക് ഞങ്ങൾ ഈ ഒരു ക്യാഷ് പ്രൈസ് അല്ല ഞങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നത്, അല്ലാണ്ട് പ്രൈസസ് കൊടുക്കാനാണ്. പക്ഷെ ഞങ്ങൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന്റെ കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് 1 രൂപ പോലും ഇല്ലാതിരിക്കുമല്ലേ. അപ്പൊ ചില സമയത്ത് നമുക്ക് ഈശ്വരനെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കിട്ടും. അത്തരത്തില് ചിലർക്ക് ചിലപ്പോൾ അത് ഭക്ഷണമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂസ്ഫുൾ ആവുമെങ്കിൽ ആ ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. സോ സ്പോൺസേഴ്സ് കൂടുകയാണെങ്കിൽ ഈ എമൗണ്ടിന്റെ ഒരു ഇതും കൂടും, ഷോസിന്റെ എണ്ണവും കൂടും. സോ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരിക. ഒപ്പം നിങ്ങളുടെ FB ID കൂടെ അയക്കുക. ഞങ്ങൾ അതിലേക്ക് മെൻഷൻ ചെയ്ത് ഈ ഒരു ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും സന്ധിക്കും വരേക്കും ടാറ്റ, ബൈ ബൈ, സി യു. ഇറ്റ്സ് മീ തില അനീഷ്.